സംസരസ്വത്യൈ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാച ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തൽ പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്രീഹരയേ നമഃ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജഃ ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാവീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാവികൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹം അന്തസ്സിഞ്ചൽ സഞ്ചിന്തകാനാം വപു അനുകലയേ മാരുതാകാരനാഥ. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതം അജിത മയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമ രസസുധാംഭോധിപൂരേ രമേരൻ.
നമ്രാണാം സന്നിധൽസേ സതതമപി പുരഃ തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥ്യവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പാ ശരണം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. 9ാമത്തെ ശ്ലോകത്തിൽ കാരുണ്യാത് കാമമന്യം ദദതി കലുപരേ സ്വാത്മതസ്ത്വം വിശേഷ എന്ന് തുടങ്ങണ ആ മനോഹരമായിട്ടുള്ള ശ്ലോകത്തിൽ അവസാനം സ്ത്വം ചാത്മാരാമ ഏവേത്യതുല ഗുണാധാര ശൗരേ നമസ്തേ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കണേ. അവിടെയാണ് ആദ്യമായിട്ട് കൃഷ്ണൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന ശൗരി എന്നുള്ള ശൂരസും എന്താ പറയുക ഈ യാദവ വംശത്തിനെ സൂചിപ്പിക്കുന്ന ഒരു നാമം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഭട്ടതിരി അവിടെയാണ്. സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ അർത്ഥം നോക്കാം. കാരുണ്യാത് കരുണ കൊണ്ട് വളരെ പ്രധാനമാണ്. കരുണ കൊണ്ടാണ് പ്രപഞ്ചത്തിൽ ഭഗവാൻ എല്ലാ ദേവന്മാരെയും അവരവരുടെ ജോലികൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഭഗവാന്റെ കരുണ കൊണ്ടാണ് അത്ര സൂര്യൻ ഉദിക്കണത്, അഗ്നി കത്തണത്, ജലം ഒഴുകണത്, വായു സഞ്ചരിക്കണത്, ഇതൊക്കെ ഭഗവാന്റെ കരുണ കൊണ്ടാണെന്നാണ്. അതുകൊണ്ട് കരുണ ഒരു ചാലകശക്തിയാണ്. നമ്മളെപ്പോഴും ഒരാളോട് പോയിട്ട് വളരെ കരുണയോടുകൂടി സംസാരിച്ച് അയാൾ അത്രയും നേരം വിസമ്മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അയാൾ ചിലപ്പോൾ ചെയ്യും അല്ലേ. നമ്മൾ പോയിട്ട് ഒന്ന് നമുക്ക് നോക്കിയാലോ എന്നൊക്കെ വളരെ കരുണയോട് കൂടിയിട്ട് ശാന്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നേരം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കരുണ എപ്പോഴും ഒരു ചാലക ശക്തിയാണ്, ഒരു ഏജൻ്റാണ് കാര്യങ്ങൾ നടത്താൻ. കാമമന്യം ദദതി പരേ, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ധനം, സുഖം തുടങ്ങിയതൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ വളരെ പരിമിതമാണ്. ഭഗവാൻ തൻ്റെ കരുണ കൊണ്ട് മറ്റ് ദേവന്മാരിൽ കൂടെ, ഇപ്പം നമ്മൾ കുബേര ഭഗവാനെ വിളിച്ചു, കുറേ പൈസ വേണം. ഭഗവാന്റെ കരുണയാണ് അത്ര കുബേരനിൽ കൂടെ നമുക്ക് ധനമായിട്ട് വരണത്. പക്ഷെ ആ കിട്ടണ അനുഗ്രഹത്തിനൊരു പരിമിതി ഉണ്ടെന്നാണ് ഭട്ടതിരി പറയണത്. കാര്യസാധ്യത്തിനും ഭഗവാന്റെ കരുണ തന്നെ വേണം, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് അൺലിമിറ്റഡ് അല്ല. റൈസ് അൺലിമിറ്റഡ് അല്ല, ലിമിറ്റഡ് മീൽസാണ് അവിടെ കിട്ടുന്നത്. ഇഷ്ടം പോലെ തരിക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയില്ല. സോ ആത്മതത്വം വിശേഷാത്. എന്നാൽ അവിടുന്ന് അങ്ങേ നേരിട്ട് വന്ന് പാദം പണിയണവന് അങ്ങേ തന്നെ എടുത്തു കൊടുക്കണു, തന്നെ എടുത്തു കൊടുക്കണു ഗുരുവായൂരപ്പൻ. അത് വെറും ദയ കൊണ്ടല്ല, മറിച്ച് ആത്മാവിനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തനും ഭഗവാനും തമ്മിലുള്ള വേർതിരിവില്ലാണ്ടാക്കുക എന്ന അർത്ഥം. ഞാൻ മുമ്പ് മമ്മിയൂരും പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മഹാദേവനെക്കുറിച്ച് പറയുമ്പോൾ ശിവന് ഒരു കാര്യം അറിയുള്ളൂ, ശിവന് വേറെ ഒന്നും അറിയില്ല. നിങ്ങൾ വിചാരിക്കും ഇയാൾ എന്തേ പൊട്ടത്തരം പറഞ്ഞത്. ശിവന് ഒന്നും വേറെ അറിയില്ല, ശിവന് ഒരൊറ്റ കാര്യം അറിയുള്ളൂ, ശിവന് വേറൊരാളെ ശിവനാക്കാൻ അറിയാം. അതിൻ്റെ മുകളിൽ ശിവൻ ഒന്നും അറിയണ്ട.
അതിൻ്റെ ആവശ്യമില്ല. ശിവൻ്റെ അടുത്ത് പോയാൽ ശിവൻ പറയും ഇങ്ങോട്ട് വന്നോ. ശിവന് ശിവനാക്കാൻ അറിയും. അതാണ് പരമമായിട്ടുള്ള പദം. അതിൻ്റെ മുകളിലോ താഴെയായിട്ട് വേറെ ഒന്നുമില്ല. അതേമാതിരി അതേ തത്വത്തെയാണ് ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയാൽ ഗുരുവായൂരപ്പനാക്കും. ഗുരുവായൂരപ്പൻ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് തരും, അല്ലെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് എടുക്കും. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും, അല്ലാണ്ട് വേറൊന്നുമില്ല. ഐശ്വര്യാദി ഈശതേ അന്യേ. മറ്റുള്ള ആൾക്കാർ സമ്പത്തിനും അധികാരത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്, അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. ജഗതി പരജനെ, ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് മേൽ അവർ അധികാരം ചെലുത്തുന്നു. സ്വ ആത്മന അഭി ഈശ്വര ത്വം. പക്ഷെ അങ്ങയുടെ പോലും ഈശ്വരനാണ്. അങ്ങ് ഒരു ധർമ്മത്തിനോ പ്രവർത്തനത്തിനോ അടിമയല്ല. അങ്ങ് അധികാരത്തിനോ ധനത്തിനോ വേണ്ടിയിട്ടല്ല ഭരിക്കുന്നത് പ്രപഞ്ചത്തെ, ഹൃദയങ്ങളെയാണ് അവിടുന്ന് ഭരിക്കുന്നത്. അങ്ങ് പൂർണ്ണ സ്വതന്ത്രനാണ്. മറ്റൊരു മതത്തിലെ ഒരു ഗുരു, ഞാൻ നിങ്ങളുടെയൊക്കെ രാജാവാണ്, 3 ദിവസം കൊണ്ട് ഞാൻ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നു പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനെ പിടിച്ച് വധിച്ചത്, കുരിശ് കയറ്റിയിട്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒരാൾ മാത്രം പറഞ്ഞു, അയാൾ പറയണത് അയാൾ ഹൃദയങ്ങളുടെ ചക്രവർത്തിയാവുന്നതാണ്. 3 ദിവസം കൊണ്ട് അയാൾ അമ്പലം പുനർനിർമ്മിക്കുന്നു പറഞ്ഞത് അയാളുടെ ശരീരത്തിനെയാണെന്ന്. അത് മറന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കണവരിപ്പോൾ നടക്കണത്. അർത്ഥം എവിടെ കിടക്കണമെന്ന് ആലോചിച്ച് നോക്കൂ, ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയുക, അങ്ങ് സർവതന്ത്ര സ്വതന്ത്രനാണ്. കാരണം അങ്ങ് ഒരു ധർമ്മത്തിൻ്റെയോ പ്രവർത്തനത്തിനോ അടിമയല്ല. അങ്ങയുടെ പോലും ഈശ്വരനാണെന്ന്. നീ എന്താ എന്ന് പറഞ്ഞാണ്. തൊയ് ഉച്ചൈ ആരമന്തി ചേതന. ബോധമുള്ള ജീവജാലങ്ങൾ അങ്ങയിലാണ് ആനന്ദിക്കുന്നത്. ബോധമുണർന്നവരൊക്കെ, നമ്മൾ മാത്രമല്ല, ചിലപ്പോൾ ഒരു പശുവിനുണ്ടാവും ആ ബോധം, ഒരു നായയ്ക്കുണ്ടാവും, പൂച്ചയ്ക്കുണ്ടാവും, പലതിനും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ പൂച്ച, പശു, നായ, സർപ്പം, ആന, ഈ പറഞ്ഞ ജന്തുക്കൾക്കൊക്കെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവരൊക്കെ വളരെ വിശേഷ മൃഗങ്ങളാണ്. അവർ ആരാധ്യ വസ്തുക്കളാവുന്നതും പലപ്പോഴും അതുകൊണ്ടാണ്. ഇപ്പോൾ ഭൈരവ സമ്പ്രദായത്തിൽ നായയ്ക്ക് വലിയ വിശേഷമാണ് സെൻസിറ്റിവിറ്റി. ഊർജത്തിൻ്റെ വ്യതിയാനം അത് പെട്ടെന്ന് പിടിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ സിദ്ധന്മാർ സഞ്ചരിക്കാറുണ്ട്. ഈ പറഞ്ഞ രൂപങ്ങളിലൊക്കെ സിദ്ധന്മാർ സഞ്ചരിക്കാറുണ്ട്. എന്നിട്ട് പറയുക, പ്രതിപദം മധുരേ. ഓരോ ചുവടിലും ആ മധുര അവർക്ക് പുതുക്കി പുതുക്കി കിട്ടണമെന്ന്. അവർ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ആ സന്തോഷം വർദ്ധിക്കണം. അവരുടെ ആനന്ദം ഒരിക്കലും കുറയണില്ല, മറിച്ച് സദാ ഉന്മേഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കണു. സ്ഫീതഭാഗ്യ, അത്യന്തം ഭാഗ്യമുള്ളവർ. ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയില്ലെങ്കിൽ ഈ വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? സ്ഫീതഭാഗ്യ, മനോഹരമായിട്ടുള്ള വാക്ക് അതൊക്കെ. ഏറ്റവും ഭാഗ്യമുള്ളവർ. ഇവിടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കുറേ വസ്തുക്കൾ ഇങ്ങനെ കയ്യിൽ വരിക, ആ വയ്ക്കാനുള്ള കഴിവ്, അതൊന്നുമല്ല. ആനന്ദിക്കാനുള്ള കഴിവിനെയാണ് ഭാഗ്യം എന്ന് പറഞ്ഞത്. ഇതെല്ലാവർക്കും ഇല്ല. ഭഗവാനാകണ മാധുര്യം അവിടെ ഉണ്ടെങ്കിലും ആ ഭാഗ്യത്തെ ആനന്ദിക്കാനൊരു കഴിവ് വേണ്ടേ, ആ ഒരു ഭാഗ്യം വേണ്ടേ, അതിനെയാണ് അവിടെ ഭാഗ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണ പറയും, നന്നായിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കുക, ഇഷ്ടമുള്ളത് കഴിക്കാൻ സാധിക്കുക, കിടന്നുടനെ ഉറങ്ങാൻ സാധിക്കുക. ഇത് മൂന്നുമാണ് അത്ര ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ ഭട്ടതിരി പറയണത് ഭാഗ്യം എന്ന് പറയുന്നത് ഭഗവാനാകണ ആ മാധുര്യത്തെ അനുഭവിക്കാൻ ആർക്ക് സാധിക്കോ ആ ആള് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി. ഇതാണ് ഭാഗ്യത്തിൻ്റെ നിർവചനം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുക, ത്വം ച ആത്മ ആരാമ ഏവ. അവിടുന്ന് അങ്ങയിൽ തന്നെ ആനന്ദിക്കുന്നവനാണ്. ആത്മ ആരാമനാണ് ആത്മാരാമൻ. അവനവനിൽ തന്നെ ആനന്ദിച്ചിരിക്കണവൻ. മഹാദേവൻ ആത്മാരാമനാണ്, ഗുരുവായൂരപ്പൻ ആത്മാരാമനാണ്. എല്ലാ യോഗാവസ്ഥയിലും ഇരിക്കുന്ന ദേവതകളൊക്കെ ആത്മാരാമന്മാരാണ്. അദ്വൈതത്തിൻ്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രൂപം ഏതാണെന്ന് ചോദിച്ചാൽ ആത്മാരാമത്വമാണ്. ആത്മാരാമ സ്വഭാവം, ആ രൂപമാണ് അദ്വൈതത്തിൻ്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രൂപം. എന്നിട്ട് പറയുക, ഗുരുവായൂരപ്പ അങ്ങേക്ക് എന്തിൻ്റെ കുറവാണ്? അങ്ങേക്ക് ഒരു കുറവുമില്ല, അങ്ങ് ആരെയും ആശ്രയിക്കണമില്ല. ആത്മാരാമനായിട്ടിരിക്കണവന് ഒരു കുറവുമില്ല, അവൻ ആരെയും ആശ്രയിക്കണമില്ല. അതുല ഗുണഗണ ആധാര. അളക്കാനാവാത്ത ഗുണങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിൽക്കണവൻ. ലോകത്തിൽ പല പല ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ ആ മിടുക്ക്, ഈ മിടുക്ക്, ഈ കഴിവ്, ആ കഴിവ് എന്നൊക്കെ പറയും. ഇതിൻ്റെ മുഴുവൻ ആധാരശില ഭഗവാനാണ് എന്ന് വെച്ചിട്ട് ആ കഴിവ് അദ്ദേഹത്തിനെ നിയന്ത്രിക്കണ്ടോ? നമ്മളാണെങ്കിൽ മതി, ഒരു കഴിവുണ്ടായാൽ മതി, ആ കഴിവാണ് പിന്നെ നമ്മളെ നിയന്ത്രിക്കുക. ആ കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ പോയാലും പാട്ട് പാടുക, പാട്ട് പാടേണ്ടടുത്ത് പാടാൻ പാടില്ലാത്തടത്തും പാട്ട് പാടുക, മരിച്ച വീട്ടിൽ ശോകഗാനം പാടുക, കല്യാണത്തിൻ്റെ ഇവിടെ ഡപ്പാങ്കൂത്ത് പാടുക. എന്നാലും പാടിയിരിക്കും. അമ്പലത്തിൽ വന്നാൽ ഭജന പാടുക. പാടിയില്ലെങ്കിൽ പറ്റില്ല, കാരണം പാടാനുള്ള കഴിവുണ്ടായിപ്പോയി. അപ്പോൾ ഗുണമാണ് അയാളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ സമൂഹത്തിലുള്ള അയാളുടെ നിലയും വിലയും ഉണ്ടാക്കുന്നതും കളയുന്നതും ഒക്കെ ആ ഗുണമാണ്.
ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ചില ആൾക്കാരുണ്ട് എവിടെ പോയാലും ഒരു ഫിലോസഫി പറയും. കാരണം അവർക്ക് ഫിലോസഫി പറയാൻ കഴിവുണ്ടാവും. മിണ്ടിയ ഒരു ഫിലോസഫി സ്ഥാനത്തും അസ്ഥാനത്തും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഭഗവാന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ അദ്ദേഹം, അതിൻ്റെ ഒക്കെ ആധാരവും അദ്ദേഹമാണ്. ആ ഗുണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് പേരുകളുണ്ട്. അതുകൊണ്ടാണല്ലോ സഹസ്രനാമം ഉണ്ടായത്. 1000 ഗുണങ്ങളാണ് 1000 നാമങ്ങൾ. 1000 ഗുണങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന് 1,00,000 കോടി ഗുണങ്ങളുണ്ട്. അതിനൊക്കെ നാമങ്ങളുണ്ട്. അതൊന്നും നമുക്കറിയില്ല. അതിലെ ഏറ്റവും മികച്ച ഒരു 1000 ഗുണങ്ങളെടുത്താണ് ആ നാമങ്ങൾ. ശരിക്കും നാമങ്ങളല്ല, ഗുണ. അതിലൊക്കെ ഓരോ ഗുണ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ അളക്കാനാവാത്ത അതുല ഗുണഗണ ആധാര എന്നാ പറയണത്. ഗുണങ്ങൾ അങ്ങേ നിയന്ത്രിക്കില്ല, അങ്ങ് ഗുണങ്ങളെ താങ്ങി നിർത്തുക ചെയ്യണത്. ശൗരേ, ഈ ഗുണങ്ങൾക്കൊക്കെ ഒരു മഹിമയുണ്ടായത് അത് ഭഗവാനിൽ വിളങ്ങിയതുകൊണ്ടാണ്. അല്ലാത്തതിന് ആ ഗുണങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല. ശൗരേ എന്നാ പറഞ്ഞത്. യദുവംശത്തിൽ പിറന്നവനെ. പ്രപഞ്ചനാഥൻ ഒരു വംശത്തിനെ തിരഞ്ഞെടുക്കുകയാണ് ജനിക്കാൻ വേണ്ടിയിട്ട്. 5 തരം മനുഷ്യജീവനുകളിൽ, ജന്മങ്ങളിൽ 5 തരം മനുഷ്യജന്മങ്ങളാണ് ഉള്ളത്. 84 കോടി ഗർഭപാത്രങ്ങളിൽ കൂടെ കടന്നിട്ട് പുഴുവായിട്ടും പട്ടിയായിട്ടും കൊതുകായിട്ടും ഒക്കെ ജനിച്ചിട്ട് മനുഷ്യനാവണത് ആദ്യത്തെ കാറ്റഗറി. അങ്ങനെ ആദ്യം കിട്ടിയതിന് ശേഷം കയ്യിലിരിപ്പോണ്ട് താഴത്തെ തട്ടുകളിൽ പോയിട്ട് കയറി വന്ന് ജനിക്കണ 2ാമത്തെ കാറ്റഗറി. വീണ്ടും ആദ്യത്തെ കാറ്റഗറിയിൽ നിന്ന് വന്നിട്ട് കയ്യിലിരിപ്പ് നന്നായതുകൊണ്ട് ദേവന്മാരൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്ന മനുഷ്യരായിട്ടുള്ള ദേവന്മാരായിരുന്നവർ 3 എണ്ണമായി. ഇവർക്കൊക്കെ അച്ഛനെയും അമ്മയും തിരഞ്ഞെടുക്കാൻ പറ്റില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല. പ്രകൃതി നിശ്ചയിക്കണോടെ പോയി ജനിച്ചോളണം. ഈ ചക്രത്തിൽ നിന്ന് പുറത്ത് കിടന്ന ആൾക്കാരുണ്ട്, ഋഷിമാർ. സാക്ഷാത്കാരം കിട്ടിയിട്ടും അവർക്ക് തോന്നും എൻ്റെ സഹജീവികളെ രക്ഷിക്കണം, എനിക്ക് അവർക്ക് വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം തോന്നും. അതിനു വേണ്ടിയിട്ട് അവർ അച്ഛനമ്മമാരെ തിരഞ്ഞെടുത്ത് വന്ന് ഭൂമിയിൽ ജനിക്കും. അങ്ങനെ ജനിക്കുന്നതാണ് 4ാമത്തെ തരം. 5ാമത്തെ തരം സാക്ഷാൽ ഭഗവാൻ ജനിക്കുന്നതാണ് മനുഷ്യജന്മം. അവിടെയും അച്ഛനമ്മമാരെ ചൂസ് ചെയ്യും. അച്ഛനമ്മമാർ മാത്രമല്ല, കുടുംബം, സാഹചര്യം, രാജ്യം എല്ലാം ചൂസ് ചെയ്തിട്ടാണ് വരിക. സകലതും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ യദുവംശത്തിനെ തെരഞ്ഞെടുത്തവനാണ്. എന്നിട്ട് പറയണ് ശൗരേന്ന് വിളിക്കുന്നുണ്ട്. യദുവംശത്തിൽ ജനിച്ചവനാണ്. പക്ഷേ ആ വംശത്തിൻ്റെ പരിമിതികൾ അങ്ങേ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശൗരേന്ന് വിളിച്ചത്. നമ്മളെ പലരും നമ്മൾ ജനിച്ച ജാതി, മതം, നമ്മുടെ സാമ്പത്തിക സാഹചര്യം, തറവാട്ട് മഹിമ, ഇതൊക്കെ നമ്മളെ പരിമിതപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറയും കാര്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഈ കുടുംബത്തിൽ ജനിച്ച ആളായി പോയില്ലേ, എങ്ങനെയാണ് ചോദിക്കുക? കാരണം നമ്മളെ പരിമിതപ്പെടുത്തി അവിടെ നമ്മൾ നമ്മളെ തന്നെ അവിടെ റെഗുലേറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ആയല്ലേ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ, ഞാൻ എങ്ങനെ അത് ചെയ്യും? അവിടെ നിർത്തുകയാണ്. ഭഗവാൻ യദുവംശത്തിൽ ജനിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു പരിമിതിയെ അല്ല എന്ന് അറിയിക്കാനാണ് ശൗരേന്ന് വിളിച്ചത്. കിട്ടുന്നുണ്ടോ? നമ്മളൊക്കെ തറവാട്ട് പേരിലും ജോലിയുടെ പേരിലൊക്കെ അറിയപ്പെടാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ അതൊന്നും അദ്ദേഹത്തിന് വിഷയമേ അല്ല എന്ന്. നമതേ, അങ്ങേ ഞാൻ വണങ്ങണു. ഇത് അകലം പാലിക്കാനല്ല, ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കാനാണ്, ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള അങ്ങേ ഞാൻ വണങ്ങണു എന്നാണ് പറയണത്. അതുകൊണ്ട് ഇതിലെ സാധനാഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഈ ശ്ലോകത്തിൻ്റെ നമ്മളോട് തന്നെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കുക. എനിക്ക് വേണ്ടത് സമ്മാനങ്ങളാണോ അതോ എനിക്ക് ശാന്തിയാണോ വേണ്ടത്? എന്താ ചിലർക്കൊരു ദീർഘനിശ്വാസം അത് കേട്ടപ്പോൾ എന്നൊക്കെ പറയണേ. വല്ലാത്തൊരു ചോയ്സാണ് തരണത് അല്ലേ? ശരത് ഹരിദാസനെ വിട്ടു, ഗുരുവായൂരപ്പൻ ഇവിടെ വന്നു. ഇപ്പം ചോദിക്കുക, നിങ്ങൾക്ക് സമ്മാനം വേണോ അതോ ശാന്തി വേണോ എന്ന് ഭഗവാൻ വന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം കൊടുക്കും? അതാണ് സത്യസന്ധമായിട്ടുള്ള ഉത്തരം. നാണക്കേടൊന്നും വിചാരിക്കരുത്. ഭഗവാനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ശാന്തി മതി, സമ്മാനം, അങ്ങനെ ചിന്തിക്കരുത്. ഉള്ളിൽ തോന്നുന്നത് അവനം പറയുക. ശാന്തി തിരഞ്ഞെടുക്കണവർക്ക് ഓരോ ചുവടിലും ആനന്ദം ഉണ്ടാവും. സമ്മാനം തിരഞ്ഞെടുക്കണവർക്ക് ആ സമ്മാനം കിട്ടിയ ഉടനെ സന്തോഷം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ആ സമ്മാനത്തിനും പുതുമ പോവും, വീണ്ടും ദുഃഖം വരും. അത്രയേ ഉള്ളൂ. ഓരോ ചുവടിലും ആനന്ദം കണ്ടെത്തണവർ തിരിച്ചറിയും താൻ ഒരിക്കലും തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാരാമസ്വരൂപമായിട്ടുള്ള ആ ചൈതന്യത്തിൽ നിന്ന് വേറിട്ടതല്ല. നമ്മൾ നമ്മുടെ അകത്തിരിക്കണ ഗുരുവായൂരപ്പന് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി അല്ല നമ്മളെന്ന് നമുക്ക് ബോധ്യം വരും. വസ്തുക്കളല്ല, മറിച്ച് സത്യം തന്നെ നൽകണം. അളക്കാനാവാത്ത ഗുണങ്ങളുടെ ആധാരമായിട്ടുള്ള ആ ശൗര്യേ ഭട്ടതിരി സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ശൗര്യേ നമസ്തേ എന്നാണ് പറഞ്ഞത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒപ്പം നമുക്കും അങ്ങോട്ട് വീണ് സാഷ്ടാംഗം ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ അങ്ങോട്ട് നമസ്കരിക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല. നാരായണീയം കാണാപ്പാടം പഠിച്ചിട്ട് പോലും കാര്യമില്ല, നമസ്കരിച്ചാൽ മതി.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നർത്ഥം. എന്നെ അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, അങ്ങനെ നമസ്കരിക്കണം. അത് ആ കിടന്ന കിടപ്പ് ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവും. ആ ധൈര്യത്തിൽ നമസ്കരിക്കണം. ചിലപ്പറമ്പം നമസ്കരിച്ച മാതിരി ഓരോ നമസ്കാരവും ഇങ്ങനെ കിടന്നിട്ട് ചോദിക്കുക, എടുക്കണില്ലേ ചോദിക്കുക, അങ്ങനെ നമസ്കരിക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ ശരീരം, ഈ കൂട്, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയല്ലേ, ഇത് നിൻ്റെ സ്വത്ത്, നീ തൽക്കാലത്തേക്ക് തന്നത്, ഞാനും നീ ഒരു വ്യത്യാസമില്ല, അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാക്കി തരണമെന്നാണ് പറഞ്ഞത്. 10ാമത്തെ ശ്ലോകം വരുന്നു. അഹങ്കാരമില്ലാത്ത പരമാധികാരം, അതാണ് ഗുരുവായൂരപ്പൻ. സാധാരണ പരമാധികാരികൾക്കൊക്കെ അഹങ്കാരം ഉണ്ടാവും. ഗുരുവായൂരപ്പൻ അഹങ്കാരമില്ല, അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. വേറൊരാൾ അപ്പുറത്തുണ്ടെങ്കിലേ ഞാൻ സംഭവം എന്ന് പറഞ്ഞ് കാണിക്കേണ്ടുള്ളൂ, വേറൊരാളില്ല. വാസ്തവത്തിൽ ഏറ്റവും ലോൺലി പേഴ്സണാണ് ലോകത്തിലെ ഭഗവാൻ. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഏറ്റവും ലോൺലി ആയിട്ടുള്ള ആളാണ്. കാരണം ഭഗവാൻ വേറൊരാളില്ല. താനല്ലാണ്ട് വേറെ ആരും കാണാത്തത് കൊണ്ട് ഭഗവാനെ അങ്ങേപ്പോലൊരു പുത്രൻ ജനിക്കണം, അങ്ങേപ്പോലൊരു പുത്രൻ ജനിക്കണം, അങ്ങേപ്പോലൊരു പുത്രൻ ജനിക്കണം എന്ന് 3 പ്രാവശ്യം പറഞ്ഞു പ്രശ്നി സുതപസ്സും. 3 പ്രാവശ്യം. നമ്മളാണെങ്കിൽ 3 പ്രാവശ്യം പറഞ്ഞാൽ 5 പ്രാവശ്യം പറഞ്ഞാലും ഒന്നോ പകുതിയേ കൊടുക്കുള്ളൂ. നമ്മളോട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞു, നീ 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് 3 പ്രാവശ്യം 3 ജന്മങ്ങളിൽ എന്നെപ്പോലെ മറ്റാരെയും കാണാത്തത് കൊണ്ട് ഞാൻ തന്നെ ജനിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങയെപ്പോലെ എന്ന് പറഞ്ഞു പോയി. എന്താ നോക്കൂ, അദ്ദേഹത്തിനെ പോലെ വേറെ ആളില്ല, അതുകൊണ്ട് അദ്ദേഹം തന്നെ ജനിച്ചു. അതുകൊണ്ട് ഹീസ് ദ മോസ്റ്റ് ലോൺലിയസ്റ്റ് പേഴ്സൺ. ഞാൻ ചിലപ്പോൾ ചോദിക്കും, ഗുരുവായൂരപ്പ എത്ര ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് അങ്ങയുടെ. സത്യമാണ്. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തെ ഒരാളായിട്ട് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് സമം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തൊരാളില്ല, എല്ലാം അദ്ദേഹമാണ്. ഈ അവനവൻ്റെ അകത്ത് കിടന്നിട്ടുള്ള ആനന്ദിക്കൽ മാത്രമേ അദ്ദേഹത്തിന് പുറത്തുനിന്നൊന്നും കിട്ടാനില്ല, ഒന്നും പുറത്തൊന്നും സ്വീകരിക്കാനില്ല. സ്വയം പൂർണ്ണൻ, അതാണ് അവസ്ഥ. അങ്ങനെയുള്ള ആ വ്യക്തിക്ക് എങ്ങനെയാ പിന്നെ അഹങ്കാരം ഉണ്ടാവുക എന്നാണ് ചോദിക്കണം. അതാണ് സ്തുതി. ആദ്യത്തെ ശ്ലോകത്തിൽ ബ്രഹ്മത്തിനെ ശുദ്ധബോധമായിട്ട് അവതരിപ്പിച്ച ഭട്ടതിരി രൂപം, രസം, കരുണ, ആത്മസമർപ്പണം, ഇത് കൂടെയൊക്കെ സഞ്ചരിച്ചെത്തി. ഇതെവിടെ എത്തി ഓർമ്മയുണ്ടോ? നമ്മൾ എവിടുന്നാണ് പുറപ്പെട്ടതെന്ന്? രാവിലെ ബ്രഹ്മവിദ്യ എന്ന് പുറപ്പെട്ടതാണ്. ബ്രഹ്മമാണെന്ന് വിളിച്ചു. അതിനുശേഷം ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ രസത്തെക്കുറിച്ച് പറഞ്ഞു, ഭഗവാന്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു, ആത്മസമർപ്പണത്തിനെക്കുറിച്ച് വരെ പറഞ്ഞതിന് ശേഷം ഒരു വലിയ തിരിച്ചറിവ് വന്നിട്ട് ഇങ്ങനെ നിൽക്കണം. അങ്ങനെ വിറച്ചോണ്ടാണ്, കയ്യങ്ങനെ കോപ്പി. ആ വിറ ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെ വിറയാണ്. ഭഗവാൻ ഒലയ്ക്കും നമ്മളെ. ചില നേരങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ആലിലമാതിരി ദേഹം വിറയ്ക്കും, ആലില പോലെ വിറയ്ക്കും. നമുക്ക് നിലനിൽപ്പ് കിട്ടാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ നിന്നിട്ട് തൊഴുതുകൊണ്ട് അദ്ദേഹം പറയാണ്, യഥാർത്ഥ ഔന്നിത്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അടക്കി ഭരിക്കലല്ല. ദ റിയൽ ഗ്രേറ്റ്നെസ് ഈസ് നോട്ട് സബ്ഡ്യൂയിങ് അതേഴ്സ്. മറ്റുള്ളവരെ അടക്കി ഭരിക്കലല്ല യഥാർത്ഥ ഔന്നിത്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പലരുടെയും വിചാരം വേറെ ആൾക്കാരെ അടിച്ചമർത്തി ഭരിച്ചു കഴിഞ്ഞാൽ അതാണ് വലിയ മഹിമ എന്നാണ്. അത് വിഡ്ഢികളുടെ മൂഢസ്വർഗ്ഗമാണ്. ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഒന്നിനെയും ആശ്രയിക്കാണ്ട പൂർണ്ണ സ്വതന്ത്രനായിട്ട് നിൽക്കലാണത്രേ ഏറ്റവും വലിയ ഔന്നിത്യം. ഒന്നിനോടും ഡിപ്പെൻഡൻ്റ് അല്ലാണ്ട്. ഒരു രാജാവ് പോലും തൻ്റെ അംഗരക്ഷകരോടും മന്ത്രിമാരോടും മറ്റുള്ളവരോടും ഒക്കെ ഡിപ്പെൻഡൻ്റാ. ഒരു രാജാവ് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു വലിയ ഭരണാധികാരി പറഞ്ഞാൽ അയാളായിരിക്കും ഏറ്റവും വലിയ അസ്വതന്ത്രൻ. അയാളുടെ ദൈനംദിന ജീവിതം, അയാൾ ബാത്റൂമിൽ എപ്പോൾ പോകണമെന്ന് വരെ ഇവിടെ എഴുതാൻ ആളുണ്ടാവും. എല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളൊരു ജീവിതമാണ്. അയാൾക്ക് സ്വന്തമായിട്ട് ഒന്നും പറയാനില്ല. അയാളോട് പറയും, ഇതാ എത്ര മണിക്ക് കാറ് വരും, അവിടെ പോയിട്ട് ഇറങ്ങുക, പറയാനുള്ള പ്രസംഗം വരെ എഴുതി വരും, പ്രോംപ്റ്ററിലോ ചെവിയിലോ വരും, അത് വായിക്കുക, അവിടുന്ന് വണ്ടി കയറുക, ഉറങ്ങുക, വരിക, ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാര്യാലോചനകളിൽ മാത്രമാണ് അവനവൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കണം. ബാക്കി ഷെഡ്യൂൾസ് മുഴുവൻ പ്രീഡിറ്റർമിൻ്റ് ആയിരിക്കും. ഭഗവാനെ വിഷയമൊന്നുമില്ല. ഭഗവാൻ അധികാരത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മുകളിലിരിക്കുന്നു. ഭഗവാനെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടേഴ്സും പ്രപഞ്ചത്തിലില്ല. അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനായിരിക്കുന്നു. അതുകൊണ്ട് ശക്തിയെ മഹത്വമായിട്ട് തെറ്റിദ്ധരിക്കരുത് എന്നൊരു മുന്നറിയിപ്പും കൂടെ ഭട്ടതിരി അവസാന ശ്ലോകത്തിൽ വയ്ക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ശാന്തനായിട്ടിരിക്കുന്ന ആൾക്കാർ ദുർബലനാണെന്നാണ് നാട്ടുകാരുടെ വിചാരം. ഈ ശാന്തനായിരിക്കണവനാണ് ഏറ്റവും ബലവാൻ എന്ന് അനുഭവം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ബഹളം ഉണ്ടാക്കുന്നതും ആക്രോശിക്കുന്നവരുമൊക്കെയാണ് വലിയ ശക്തിമാന്മാരെന്നാണ് മസിലൊക്കെ കാണിച്ചിട്ട് അതാണെന്നാണ് വിചാരിക്കുന്നത്. നേരെ തിരിച്ചാണെന്ന് ഇവിടെ കാണിച്ചു തരുന്നു. അവിടെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. 1ാമത്തെ ദശകത്തിൽ നിത്യപാരായണത്തിന് എടുക്കേണ്ട 36 ശ്ലോകങ്ങൾ എടുത്തിട്ട് പണ്ട് ഞാൻ നാരായണീയ നവരത്നമാല എന്ന് പറഞ്ഞിട്ട് 4 ഭാഗമായിട്ടൊരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് കിടപ്പുണ്ട്. പണ്ട് കോവിഡ് കാലത്ത് വെറുതെ വീട്ടിൽ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തത്.
യൂട്യൂബ് കിടപ്പുണ്ട്. 36 ശ്ലോകം എല്ലാ ദശകത്തു നിന്നും എടുത്തിട്ട് അതിൽ 3 ഈ 1-ാം ദശകത്തിലാണ്. 1-ാം ശ്ലോകം, 7-ാം ശ്ലോകം അത് കഷ്ടാദേ സൃഷ്ടിചേഷ്ട, അതിനുശേഷം വരുന്ന ഈ 9-ഉം 10-ഉം ശ്ലോകങ്ങളും. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമയനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമമവി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസി ക്വാപിതേ സംഘവാർത്ത തദ്വതാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. 10-ാമത്തെ ആ ശ്ലോകത്തിൽ ഭട്ടതിരി ഭഗവാന്റെ പരമാധികാരത്തിനെ ഐശ്വര്യം എന്ന വാക്കുകൊണ്ടാണ് ആദ്യം വിളിക്കുന്നത്. നമ്മുടെയൊക്കെ വിചാരം ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതല്ല. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പരമാധികാരം, അൾട്ടിമേറ്റ് സോവറിറ്റി, അതാണ് ഐശ്വര്യം. ഇത് ഭരണപരമായിട്ടുള്ളൊരു നിയന്ത്രണമല്ല, സ്വയം സിദ്ധമായിട്ട്. ഭഗവാനെ ആരും ഇലക്ഷനിൽ ജയിപ്പിച്ചിട്ട് കിട്ടിയതല്ല. ഭഗവാനെ ആരും തലയിൽ ഒരു കിരീടം വെച്ചു കൊടുത്ത് പട്ടാഭിഷേകം നടത്തി കിട്ടിയതല്ല. അവനവൻ തന്നെ പ്രപഞ്ചമായി മാറിയപ്പോൾ അതിൻ്റെ അധീശത്വം താനെ വന്നു ചേർന്നാണ്. അതിനെ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് സംഹരിച്ച് തന്നിലേക്ക് അടക്കാനും സാധിക്കും. ആ പള്ളി കൊണ്ട് കിടക്കണത് അതിനാണ്. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ തന്നെ സകല വസ്തുക്കളിലേക്കും വ്യാപിപ്പിച്ച് വിശ്വമായിട്ട് മാറിക്കിടക്കണ രൂപം. അത് തന്നിലേക്ക് തന്നെ ഒതുക്കി കൊണ്ടുവന്ന ആ കിടക്കണ ആളെ ശിവനായിട്ട് കാണാം. ഇത്ര വ്യത്യാസമുള്ളൂ ഇവർ തമ്മിൽ. ഒരാൾ വെടർത്തുന്നു, ഒരാൾ ഒതുക്കണു. വെടർത്തിയാൽ നാരായണൻ, ഒതുക്കിയാൽ ശിവൻ. ഇത്ര വ്യത്യാസമുള്ളൂ. ഒരൊറ്റ വസ്തു, തമ്മിൽ തല്ലരുത്. ആരാ വലുത് ആരാ ചെറുതെന്ന് പറഞ്ഞ് അടികൂടാൻ നിൽക്കരുത്. ഒരേ ഒരു വസ്തു. ശങ്കര ആദി ഈശ്വര വിനിമയനം. ശങ്കരൻ, ശിവൻ ഉൾപ്പെടെയുള്ള മഹാദേവന്മാർ പോലും അങ്ങ് നിശ്ചയിച്ച പരിധികളുടെ ഉള്ളിലാണ് പ്രവർത്തിക്കണതെന്ന് വിഷ്ണു ഭക്തനായതുകൊണ്ട് ഭട്ടതിരി അവിടെ പറയണു. ഭഗവാനെ അവിടെ അപമാനിക്കുന്നില്ല മഹാദേവനെ. മറ്റു പല വൈഷ്ണവ ഗ്രന്ഥങ്ങളിലും ചെയ്യണമാരിൽ അപമാനാദികൾ വരുന്നില്ല. ഇത് ബലം പ്രയോഗിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ ശ്രേണിയല്ല. മറിച്ച് ഭഗവാൻ അങ്ങോട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട്, നമ്മൾ ചില കമ്പനികളിൽ നല്ല CEOസിനെ കണ്ടറിയാം, അവർ അങ്ങോട്ട് വിട്ടുകൊടുക്കും. നല്ല വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നീ നിൻ്റെ ഇഷ്ടംമാതിരി ചിന്തിച്ച് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കും. അപ്പോൾ ഈ CEO തന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധാപൂർവം ജോലി ചെയ്ത് ഭംഗിയായിട്ട് ചുമതലകൾ അവർ നിറവേറ്റും. അതുമാതിരിയാണ് ഇത്ര ദേവന്മാർക്കൊക്കെ ഭഗവാൻ അങ്ങോട്ട് ഡീസെൻട്രലൈസ് ആക്കി കൊടുത്തിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതി ഒരു മൈക്രോ മാനേജ്മെൻറ്റും ഇല്ല. അവർ ചെയ്യണതിലൊക്കെ പോയിട്ട് നീ എന്താ ചെയ്യണത്, നീ എന്താ ചെയ്യണത്, അത് ശരിയല്ല ഇത് ശരിയല്ല പറഞ്ഞിട്ട് ചെവി തിന്നാൻ പോവില്ല. അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കണം. ബലം പ്രയോഗിച്ചിട്ടല്ല ഭഗവാൻ തൻ്റെ അധികാരത്തിനെ നടത്തുന്നത്, സ്നേഹം കൊണ്ടാണ്. വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം. പ്രപഞ്ചത്തിൻ്റെ തേജസ്സിനെ പോലും ഇല്ലാതാക്കാൻ കഴിവുള്ളവരുടെ വീര്യത്തെപ്പോലും അലിയിച്ചു കളയാൻ അങ്ങയുടെ ശക്തിക്ക് കഴിയും. മഹാദേവനെ സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ തേജസ്സിനെ പോലും ഇല്ലാണ്ടാക്കാൻ കഴിവുള്ള വീര്യം ആർക്കാ? സംഹാരമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ്, മഹാദേവനാണ്. ആ ഭഗവാനെപ്പോലും അലിയിക്കാൻ അങ്ങയുടെ ശക്തിക്ക് കഴിയും എന്ന് ഭട്ടതിരി അവിടെ എഴുതി വയ്ക്കണം. എന്താ വെച്ചാൽ അവസാനം നമ്മളീ കാണുന്ന ഏത് രൂപത്തിലുള്ള ദേവനാണെങ്കിലും അലിയിച്ചു പോയേ പറ്റൂ. അവസാനം ഇരിക്കണ ഈ നാരായണന് രൂപമില്ല, 4 കൈയൊന്നുമില്ല, ഒരു രൂപമില്ലാത്ത ആളെയാണ് നാരായണൻ എന്ന് വിളിക്കുക. നാരായണൻ അത് നിറച്ച് വെച്ചിരിക്കണ പാത്രത്തിൻ്റെ ഷേപ്പ് എടുക്കുന്ന ആളാണ്. ആ നിറച്ച് വെക്കണ പാത്രത്തിൻ്റെ പേരാ നരൻ. നാരായണനെ എവിടെയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടോ അതൊക്കെ ജീവനുള്ള നരനായിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കണതൊക്കെ നാരായണന്മാരാണ്. ശരിക്കും ഇതൊക്കെ നാരായണന്മാരാണ്. ഈ കാണായ സകല വസ്തുക്കളും നാരായണനാണ്. രൂപത്തിലിരിക്കണമൊക്കെ നരനുമാണ്. ആ രൂപം നരനാണ്. ഇതാണ് ശരിക്കും നരനാരായണ തത്വത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള വശം. പറയുക, സൃഷ്ടിക്കാനുള്ള കഴിവ് മാത്രമല്ല, സൃഷ്ടിയെ പിൻവലിക്കാനുള്ള കഴിവും കൂടിയാണ് യഥാർത്ഥ പരമാധികാരം. ഒരു വെപ്പൺ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മാത്രം പവർഫുള്ളാവില്ല. ആ വെപ്പണിനെ പിൻവലിക്കാനും സാധിക്കണം, ഉപയോഗിക്കണ്ട എന്നൊരു ഡിസിഷൻ എടുക്കാനും ഒക്കെ സാധിക്കണം. അതാണ് റിയൽ ട്രൂ പവർ, അല്ലേ? ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള പല ബട്ടണുകൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ഉപയോഗിക്കാതിരിക്കലാണ് അതിൻ്റെ പവർ. അല്ലാണ്ട് ഞാൻ ഇപ്പം പൊട്ടിക്കും പറഞ്ഞ് മിഥുനൻ സിനിമയിലെ മാതിരി തേങ്ങയും കൊണ്ട് നടക്കലല്ല അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇപ്പം പൊട്ടിക്കുന്നു പറഞ്ഞാൽ നടക്കണത്. അതല്ല പവർ, അത് വെറും കാട്ടിക്കൂട്ടലാണ്, ഒരു ഭീരുവിൻ്റെ ജൽപ്പനാണത്. അപ്പോൾ പറയണേ, യഥാർത്ഥത്തിൽ സൃഷ്ടിയെ ഉണ്ടാക്കാനുള്ള കഴിവ് മാത്രമല്ല, അതിനെ പിൻവലിക്കാനും സാധിക്കണം. ബ്രഹ്മാസ്ത്രം അയച്ചാൽ അതിനെ ഉപസംഹരിക്കാനും സാധിക്കണം. അതാണ് യഥാർത്ഥ പവർ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രപഞ്ചത്തിനെ തന്നെ മുൻനിർത്തി പറയണു. ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കാനുള്ള കഴിവുകൊണ്ട് മാത്രമല്ല അങ്ങ് പരമാധികാരിയായത്, അങ്ങ് ആഗ്രഹിക്കും അതിനെ അങ്ങേക്ക് വിലയം പ്രാപിപ്പിക്കാനും സാധിക്കും.
വിമലമഭിയശ, അങ്ങയുടെ കീർത്തി വിമലമാണ്, മലം തൊടാത്തതാണ്, കളങ്കമില്ലാത്തതാണ്. അത് യുദ്ധം വഴി കിട്ടിയതല്ല. രാജാക്കന്മാർ പണ്ട് യുദ്ധം ചെയ്തിട്ടാണ് കീർത്തി ഉണ്ടാക്കുക. നമ്മുടെ കാലത്ത് കുത്തിത്തിരിപ്പ് കൊണ്ടും ഫ്ലെക്സ് വെച്ചിട്ടും സോഷ്യൽ മീഡിയ വഴിയാണ് കീർത്തി ഉണ്ടാക്കുക. ഇതൊന്നും ഗുരുവായൂരപ്പൻ സോഷ്യൽ മീഡിയയും വേണ്ട, കുത്തിത്തിരിപ്പും വേണ്ട, ഫ്ലെക്സും വേണ്ട, റീലും വേണ്ട, ഒന്നും വേണ്ട. ഗുരുവായൂരപ്പൻ എവിടെയും ഫോട്ടോ എടുക്കാൻ വന്ന് നിൽക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഫംഗ്ഷന് ഗുരുവായൂരപ്പൻ വന്ന് ഫോട്ടോ, ഞാനും എന്നിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക എന്നല്ലാണ്ട് സെൽഫി വിത്ത് കണ്ണൻ. ഗുരുവായൂർ പോയാൽ അകത്ത് പോണതിന് മുമ്പ് എടുക്കും സെൽഫി വിത്ത് കണ്ണൻ, ഗുരുവായൂർ നടയെന്ന് ഒരു ഫോട്ടോ. അത് നമ്മളാ ചെയ്യുന്നത്, ഭഗവാനാ വിഷയമൊന്നുമില്ല. ഞാൻ പണ്ട് വിചാരിച്ചിട്ട് ഗുരുവായൂരപ്പന് ഒരു സെൽഫോൺ വാങ്ങി കൊടുക്കണമെന്ന്, മനസമാനം നശിപ്പിക്കാൻ. സന്തോഷമായിട്ടിരിക്കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി ഒരു ദിവസം, ഭയങ്കര സന്തോഷം ഗുരുവായൂരപ്പന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പണി കൊടുക്കണം, കാരണം നമ്മൾ എന്ത് കൊടുത്താലും സ്വീകരിച്ചോളും, അതൊരു സന്തോഷമുണ്ട് അദ്ദേഹത്തിന്. മെല്ലെ വശം കുത്തി വയ്ക്കുക, നല്ല ഐഡിയ അല്ലേ? അല്പാൽപ്പായിട്ട് ആ സെൽഫോണൊന്നും അങ്ങനെ വെക്കുക. അതിൻ്റെ ഫലാതോണി അടുത്ത കാലത്ത് ഏതോ ഒരു കീഴ്ശാന്തിര ബാഗിൽ നിന്ന് സെൽഫോൺ ശ്രീകോവിലുള്ളിൽ നിന്ന് പിടിച്ചു. എനിക്കവിടെ മൂപ്പര് ഉപയോഗിച്ചാണ്, എന്നിട്ട് കീഴ്ശാന്തിയെപ്പെടുത്തി. അത് ഗുരുവായൂരപ്പൻ കൊണ്ടിട്ട് പറയാം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ ആളാണ്. അപ്പം അതുകൊണ്ട് അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുക, അങ്ങയുടെ കീർത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് യുദ്ധം ചെയ്തിട്ടോ പ്രചരണം നടത്തിയിട്ടോ ആൾക്കാരെ പേടിപ്പിച്ച് വരട്ടിയിട്ടോ ഒന്നും നേടിയതല്ല. നിസ്പൃഹൈ ച ഉപഗീതം, ആഗ്രഹങ്ങളെ ഇല്ലാത്ത നിസ്പൃഹന്മാരായിട്ടുള്ളവരാണ് അങ്ങയുടെ കീർത്തി പാടിക്കൊണ്ട് നടക്കണമെന്ന്. അവർ ഒരിക്കലും അദ്ദേഹം അതൊക്കെ ജീവിതത്തിൻ്റെ ഞാനും വിചാരിച്ചത് എന്താ സംഭവം. ആഗ്രഹങ്ങളില്ലാത്തവർ അല്ല, നമ്മുടെ അമ്പലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത. നമ്മൾ ജീവിതത്തിൽ നിന്ന് വേറിട്ടിട്ടല്ല, നമ്മൾ ജീവിതത്തിൻ്റെ അകത്തായിരിക്കണത് അല്ലേ? പൊതുവഴിയുടെ നടുക്കാണ് ഭഗവാൻ ഇരിക്കണത്. അതുകൊണ്ട് ജീവിതം കണ്ടുകൊണ്ടായിരിക്കണം. ഇതാണ് ശരിയായിട്ടുള്ള ഗാർഹസ്ഥ്യവും ആധ്യാത്മികതയും. ഇതിൻ്റെ അടുക്ക് ഇരുന്നിട്ട് കിട്ടണം. അപ്പോൾ അവിടെ കായകറി വിളിച്ചു പറയും, അപ്പുറത്ത് ചീത്ത വിളി ഉണ്ടാവും, ഇതൊക്കെ നടക്കും. അതൊന്നും കുഴപ്പം നോക്കണ്ട. ആഗ്രഹങ്ങളില്ലാത്തവർ പാടിയുണ്ടാക്കിയ കീർത്തി അത്ര ഭഗവാന്. ഒന്നും ആഗ്രഹിക്കാത്തവരാണ് അത്ര ഭഗവാനെ പുകഴ്ത്തിയിട്ടുള്ളത് മുഴുവൻ. സ്വാർത്ഥതയില്ലാത്തവർക്ക് മാത്രമേ ഗുരുവായൂരപ്പ അങ്ങേ യഥാർത്ഥമായിട്ട് സ്തുതിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതാണ് നിസ്പൃഹൈജ ഉപഗീതം എന്ന് പറഞ്ഞത്. മറ്റുള്ളവരൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അങ്ങേ പുകഴ്ത്തണത്. ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പനെ പുകഴ്ത്തണത്. അല്ലാണ്ട് യഥാർത്ഥത്തിൽ ഭഗവാന്റെ കീർത്തി മുഴുവൻ ആഗ്രഹങ്ങളില്ലാത്തവർ പാടിയതാണ്. അതിനുശേഷം ഹൃദയം കവരണ വിധത്തിൽ ആ ശ്ലോകം ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആവണം. അംഗ അസംഗ സദാശ്രീഹി, മഹാലക്ഷ്മി എപ്പോഴും അങ്ങയുടെ ശരീരത്തോട് ചേർന്നിട്ട് അംഗാസംഗ എന്ന പേരോട് കൂടിയിട്ട് വസിക്കണമെന്ന്. ഒട്ടിയല്ലേ ഇരിക്കണം, അവിടെ ഇരിക്കണം, നമുക്ക് ഒട്ടിയിട്ടായിരിക്കണം അല്ലേ? അങ്ങനെ ഒട്ടിയിട്ടായിരിക്കണം, വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണം. അങ്ങനെ ഇരിക്കുക. എങ്കിലും അങ്ങ് അമ്മ കേൾക്കണ്ട, അവളിൽ പോലും അനാസക്തനാണെന്ന്. അങ്ങ് അവളെപ്പോലും ആഗ്രഹിക്കണില്ല എന്ന്. എന്താ പറയാന്ന് ആലോചിച്ച് നോക്കുക. അംഗാസംഗാ സദാശ്രീ എന്ന്, അംഗ അസംഗാ സദാശ്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി സദാ അങ്ങയോട് ഒട്ടിയിരിക്കുന്നു, പക്ഷെ അങ്ങ് അവളിൽ ഒട്ടിയിട്ടില്ല എന്ന്. അതുകൊണ്ടാണല്ലോ അവളെപ്പോലും ഉപേക്ഷിച്ചിട്ട് പോയിട്ടിരുന്നില്ലേ ബദരിയിൽ. അലങ്കാരമില്ലാത്ത നാരായണനെ കാണാൻ പറ്റുമോ ലോകത്ത് വേറെ എവിടെയെങ്കിലും? ഒരു മുണ്ട് മാത്രം, കാവ് കൊണ്ട് മാത്രം എടുത്തിരുന്ന് തപസ് ചെയ്യണത്. ഭർത്താവ് തണുപ്പത്തിരുന്ന് കഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് അത്ര അവിടെ ബദരി വൃക്ഷമായിട്ട് പോയി നിന്ന് ചൂടുണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ടാണ് അതിന് ബദരീനാഥ് എന്ന് പേര് വന്നു. അങ്ങനെ സർവസംഘ പരിത്യാഗിയായിട്ട് ഭഗവാൻ പോയി. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ മയൂർ വിഹാറിൽ ഡൽഹിയിൽ തന്നെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പറഞ്ഞു, 2 സന്യാസിമാരുടെ മകനാ സ്വാമിന്ന്. ഒരാൾക്ക് എല്ലാം ഉണ്ട്, വേണ്ട വെച്ചു. ഒരാൾ ശരീരത്തിനെ തന്നെ വേണ്ട വെച്ചു. അങ്ങനെ 2 ആൾക്കാരുടെ മകനാണ് സ്വാമി. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് സംഘത്വം ഉണ്ടാവുക? അച്ഛനും സന്യാസി, അമ്മയും സന്യാസിയാണ്. ലോകത്തിനെ തന്നെ ത്യജിച്ചവരാണ് 2 പേരും. ശരിക്കും നോക്കിയാൽ വിഷ്ണു എല്ലാം വെച്ചിട്ട് ഒന്നും വേണ്ടാന്ന് അകത്ത് വെച്ചിരിക്കുന്നു. അകത്ത് സന്യാസി. മഹാദേവൻ അകത്തും പുറത്തും സന്യാസി. അങ്ങനെയുള്ള 2 ആൾക്കാരുടെ പുത്രനാണ് ശാസ്താവ്. അപ്പോൾ ഇവിടെ പറയുക, വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു തത്വമാണ്. മഹാലക്ഷ്മിയിൽ പോലും അനാസക്തനാണ്. സമൃദ്ധി കൂടെ ഉണ്ടെങ്കിലും അത് അങ്ങേ ബന്ധിക്കുന്നില്ല. അഖില വിദസി, അങ്ങയ്ക്ക് എല്ലാം അറിയാം, അങ്ങയ്ക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അവിടുന്ന് സർവജ്ഞനാണ് ഭഗവാനെ. പക്ഷേ എല്ലാ അറിവുകളുണ്ടായിട്ടും അതിൽ ഒരറിവ് പോലും അങ്ങേൽ ഒട്ടി നിൽക്കുന്നില്ല. നമുക്കൊക്കെ ഇവിടെ ഒരറിവ് കിട്ടിയാൽ മതി, പിന്നെ അത് നാട്ടുകാരെ അറിയിക്കാൻ നടക്കുക. തരം കിട്ടിയ സ്ഥലത്തൊക്കെ വെച്ച് കാച്ചും. ഇനി ആ അറിവിൻ പറയാനുള്ള സാഹചര്യം വന്നില്ലെങ്കിലും വർത്തമാനം ആ വഴി കൂടെ കൊണ്ടുവന്ന്
അതവിടെ കൊണ്ടുവന്ന് ഇറക്കും. ആ അല്ലേ, ഞാൻ എന്നെ തന്നെയൊക്കെ നോക്കി ചിരിക്കുകയാണ്, അപ്പം നിങ്ങളും ചിരിക്കൂ, അത്രയേ ഉള്ളൂ. നമ്മൾ എത്തിക്കും, അതെവിടെയെങ്കിലും നമ്മളവിടെ കൊണ്ടേ എത്തിക്കും. ഇന്നിപ്പോൾ നമ്മളിത് പഠിച്ചതൊക്കെ ഇന്ന് പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയോ, ഇത് ഇവിടെ അടുത്ത് ചിലരൊക്കെ പോയി പല സ്ഥലത്ത് പൊട്ടിക്കും, എനിക്ക് ഉറപ്പാണ്. ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് പൊട്ടിച്ചിരിക്കും. അതാണ് ഭഗവാനിൽ സകല അറിവുകളുണ്ടെങ്കിലും ആ അറിവുകളൊന്നും അദ്ദേഹത്തിൽ ഒട്ടിപ്പിടിക്കണില്ല. ഇവിടെ അല്പമായിട്ടുള്ള അറിവ് പോലും ഒട്ടിപ്പിടിച്ച് ഭാരമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നക്വ അഭിധേയ സംഘവാർത്ത, അങ്ങയിൽ പറ്റിപ്പിടിക്കാച്ചാൽ ഇംഗ്ലീഷിൽ അതിന് അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. അങ്ങയിൽ അറ്റാച്ച്മെൻ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംസാരം പോലും വരുന്നില്ല. ഇത് അങ്ങ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വൈരാഗ്യമൊന്നുമല്ല, അങ്ങ് സ്വാഭാവികമായിട്ടും അങ്ങ് ഇങ്ങനെയാണ്. താമരയുടെ ഇല അതിൽ വെള്ളം വീണാൽ ഓടിക്കളിക്കും, ചേമ്പിൻ്റെ ഇലയിൽ ഓടിക്കളിക്കും, ഒട്ടിപ്പിടിക്കില്ല. ചേമ്പിൻ്റെ ഇലയെ നീ എന്താ ഇങ്ങനെ ആയത്, പണ്ട് നീ നനയുമായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അല്ല, അതങ്ങനെയാണ്. അത് പറയും ഞാനും ഇങ്ങനെയാണ്, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെയായിരുന്നു, അതിൻ്റെ അപ്പുറത്തെ തലമുറയിലും ഇങ്ങനെയായിരുന്നു ഞങ്ങൾ. ചിലരങ്ങനെയാണ്, അവർക്ക് ഒട്ടിപ്പിടിക്കില്ല. ഭഗവാൻ അങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ആളാണ്. ഒന്നും അദ്ദേഹത്തിൽ ഒട്ടില്ല എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. വാദാകാരവാസിൻ മുരഹര, അല്ലയോ ഗുരുവായൂരപ്പ, മുരൻ എന്ന് പറയുന്ന അസുരനെ ഹരിച്ചവനെ. മുരൻ ചാൽ മരട്ടുതരം, അഹങ്കാരം, അതിനെ ഹരിച്ചവൻ. ആ വിശ്വചൈതന്യത്തിനെ വീണ്ടും സ്നേഹത്തോട് കൂടിയിട്ട് ഭട്ടതിരിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ശ്ലോകം കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഗുരുവായൂരപ്പ എന്നൊന്ന് വിളിക്കണം. അതിനെ വിളിക്കുകയാണ്. എന്താ വെച്ചാൽ അകത്തിരുന്നിട്ട് ആ എന്ന് പറഞ്ഞിട്ട് മൂളലുണ്ട്, ആ മൂളൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും വിളിക്കണം. വാദാകാരവാസിൻ മുരഹര, അനന്തമായിട്ടുള്ള ആ സത്യം ഒരു വെളിപ്പുറത്തുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരണ ഏതൊരു കാവ്യം വേറെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇത് അപ്പുറത്തിരിക്കുന്നുണ്ട്, ഒന്ന് വിളിച്ചാൽ മതി, വിളി കേൾക്കും എന്ന് പറഞ്ഞു തരുന്നു. അങ്ങനെ പറഞ്ഞു തരുന്നു. ഭഗവത് ശബ്ദമുഖ്യാശ്രയ അസി, ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ അസി. ഭഗവാൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും അന്വർത്ഥമാവുന്നത്, കംപ്ലീറ്റ് ആവുന്നത് അങ്ങേലാണ്, വേറെ ആരിലുമല്ല. അങ്ങനെയാണ് 10ാമത്തെ ദശകം അവസാനിക്കണേ. ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി ഭഗവാനിലെത്തിച്ചു, അരൂപത്തിൽ തുടങ്ങി രൂപത്തിലെത്തിച്ച് നിർത്തി. എന്നാണ് 10ാമത്തെ ദശകം അവസാനിക്കണ സമയത്ത്. ഗാംഭീര്യമായിട്ടുള്ള ശാന്തരസം, ശാന്തതയ്ക്ക് തന്നെ ഗാംഭീര്യം, ശാന്തതയിൽ ഹാസ്യം, ശാന്തതയിൽ വീരം, ശാന്തതയിൽ കരുണം, ഇതൊക്കെ വന്നു. 10 ശ്ലോകം കൊണ്ട് ഓൾമോസ്റ്റ് ശൃംഗാരം ഒഴിച്ച് എല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഗാംഭീര്യമായിട്ടുള്ള ശാന്തരസത്തിൽ പറയാണ്. വിസ്മയിച്ചിട്ടാണ് പറയണത്, പക്ഷെ പേടിച്ചിട്ടല്ല. ഒരു വസ്തുവിനെ കണ്ടിട്ട് വിസ്മയമുണ്ട്, പക്ഷെ പേടിച്ച് പറിച്ചിട്ടല്ല പറയണത്. അകലമേ ഇല്ലാത്ത ആദരവ്, അടുത്ത് നിന്നിട്ട് നമ്മുടെ സ്വന്തം ആള്, ഓ അങ്ങ് എന്തൊരു സംഭവ എന്ന് പറയില്ലേ, ആ പറയണ പറച്ചിലാണ് അവിടെ. അങ്ങനെ ഭഗവാന്റെ മഹിമകൾ തന്നിൽ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കുന്നില്ല, മറിച്ച് വളരെ ശാന്തതയാണ് തൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത് എന്ന് ഭട്ടതിരി മനസ്സിലാക്കുകയാണ്. ഈ ശ്ലോകം നിത്യം ചെല്ലുന്നത് വൈരാഗ്യപ്രതിഷ്ഠയ്ക്ക് വിശേഷമാണ്. അതിലുള്ള മന്ത്രം വൈരാഗ്യം ഉണ്ടാവാൻ. ഒരു കാര്യം ഇങ്ങനെ നടക്കണം അല്ലെങ്കിൽ നടക്കാൻ പാടില്ല എന്നുള്ള നമ്മുടെ ഷാഠ്യം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ രാഗം എന്ന് വിളിക്കുന്നത്. അത് നടക്കാതിരിക്കുമ്പോൾ ഒരു പടപടപ്പുണ്ടാവും, അത് ദ്വേഷം. അപ്പോൾ അത് രണ്ടും ഇല്ലാണ്ടാവണമെങ്കിൽ വൈരാഗ്യപ്രതിഷ്ഠ സംഭവിക്കണം. വൈരാഗ്യപ്രതിഷ്ഠയ്ക്കുള്ള മന്ത്രമാണ് ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമയനം എന്ന് പറഞ്ഞ് തുടങ്ങണം ഈ ശ്ലോകം. അംഗീകാരത്തിനും അധികാരത്തിനും നിയന്ത്രിക്കാനും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ അടിവേരോട് കൂടിയിട്ടത് പിഴുതു കളയും. അഹങ്കാരമില്ലാത്ത അന്തസ്സ് തരും. അന്തസ്സ് പലരും വിചാരത്തിൽ അഹങ്കാരമുള്ളവനെ അന്തസ്സുള്ളൂ എന്നാ, നേരെ തിരിച്ച് അങ്ങനെയല്ല. അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കും പണ്ഡിതന്മാരായിട്ടുള്ളവർക്കൊക്കെ അഹങ്കാരം ഉള്ളിൽ വരാതിരിക്കാൻ നിത്യജപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആർക്കും ഉൾപ്പെടുത്താം. ഇതിൻ്റെ സാധനാമാർഗ്ഗം ഇതാണ്. സത്യസന്ധമായിട്ട് അവനവനോട് തന്നെ ചോദിക്കുക, ഗുരുവായൂരപ്പ എനിക്ക് സമൃദ്ധി ലഭിച്ചാൽ, ആ മഹാലക്ഷ്മിയെ തന്നെ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ അതിൽ നിന്ന് സ്വതന്ത്രനായിട്ട് ഇരിക്കുമോ? പുകഴ്ത്തൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്നിൽ പറ്റിപ്പിടിക്കുമോ? ഇത് ചോദിക്കുക ഭഗവാന്റെ അടുത്ത്. പൂമാല കിട്ടിയാൽ അതെപ്പോഴും എൻ്റെ കഴുത്തിൽ തന്നെ ഇരിക്കുമോ വാടാണ്ടേന്ന്? കല്ലേറ് കിട്ടിയാൽ ഞാൻ എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുമോ? ഇതൊക്കെ ഒട്ടലാണല്ലോ. സമൃദ്ധി, ഇനി കടുത്ത ദാരിദ്ര്യം, അപമാനം, വലിയ അംഗീകാരം, എന്താണെങ്കിലും എന്തോ ഒന്ന് നമ്മളിൽ അവശേഷിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ അപകടമാണ്. അതിങ്ങനെ വന്ന് ചേമ്പലയിൽ വെള്ളം തട്ടണ മാതിരി തട്ടിപ്പൊക്കൊള്ളണം എന്നാ പറയണത് ഭട്ടതിരി. എന്നിട്ട് പറയുക, ലക്ഷ്മി കൂടെയുണ്ട് എന്നതല്ല ഹരിയുടെ മഹിമ. ലക്ഷ്മി ഇല്ലെങ്കിലും പൂർണ്ണനാണ്. ലക്ഷ്മി അദ്ദേഹത്തിൻ്റെ ശക്തിയും അലങ്കാരവുമാണ്.
ആ രീതിയിൽ കാണാൻ പഠിപ്പിക്കുകയാണ്. ഈ സത്യം ഭട്ടതിരിപ്പാട് കണ്ട ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ ഒരു ചുവട് മുന്നോട്ട് കൊണ്ടുപോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ദശകം എന്ന് പറയുന്നത് ആധാര സത്യങ്ങളുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു കണ്ടൻസ്ഡ് ഫോമാണ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൻ്റെ ഒന്നാമത്തെ ദശകം നന്നായി പഠിച്ചാൽ നാരായണീയം മുഴുവൻ പഠിച്ചതിന് തുല്യം. ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കേണ്ടത് ബ്രഹ്മം എന്നുള്ളത് എത്തപ്പെടേണ്ട ഒന്നല്ല, അത് തിരിച്ചറിയപ്പെടേണ്ട ഒന്നാണ്. നമ്മൾ ഇവിടുന്ന് നടന്നു പോയിട്ട് കിട്ടേണ്ട ഒരു സാധനമല്ല ബ്രഹ്മം, അതകത്ത് തിരിച്ചറിയേണ്ടതാണെന്നാണ് ഫസ്റ്റ് ലെസൺ നമ്മൾ രാവിലെ പഠിച്ചത്. അതിനുശേഷം പറഞ്ഞു ബ്രഹ്മം ദുർലഭമാണ് എന്ന് നമ്മൾ ഏവം ദുർലഭ്യ വസ്തു എന്ന് പറഞ്ഞതിൽ എന്തുകൊണ്ട് ദുർലഭമാണെന്ന് പറഞ്ഞ് അത് കിട്ടാൻ കഷ്ടമായ സാധനം സ്റ്റോക്കില്ലാത്തതുകൊണ്ടല്ല, അതെല്ലാവിടെയും ഉണ്ട്. പക്ഷെ മനസ്സ് നമ്മുടെ മുൻഗണനകളെ തെറ്റിക്കൊടുക്കണോണ്ടാണ്. നമ്മളതിനെ അവിടെ ഉണ്ടായിട്ടും കാണുന്നില്ല. അത് നമ്മുടെ കുഴപ്പമാണ്. രണ്ടാമത്തെ ലെസനാണ്. മൂന്നാമത്തെ ലെസൺ പറഞ്ഞു ശുദ്ധസത്വമായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹരൂപം ഭഗവാന്റെ ബ്രഹ്മഭാവത്തിനെ മറയ്ക്കുന്നേ ഇല്ല, പകരം അത് കൂടുതൽ ഭംഗിയായിട്ട് ആ വിഗ്രഹം വെളിപ്പെടുത്തി തരികയാണ്. ഓ വിഗ്രഹാരാധന മഹാമോശം, ഞാൻ നിരാകാര ബ്രഹ്മത്തിനെ പ്രാർത്ഥിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കണവർക്കുള്ള ഉത്തരമാണ് അവിടെ കൊടുക്കുന്നത്. ആ വിഗ്രഹം ആ ബ്രഹ്മഭാവത്തിനെ കൂടുതൽ വെളിപ്പെടുത്തി തരികയാണെന്ന് പറഞ്ഞു. നാലാമത് പറഞ്ഞു നിർഗുണമാണെങ്കിലും സഗുണമാണെങ്കിലും ഇതൊന്നും തമ്മിൽ വിപരീതമല്ല. രൂപമുള്ളതും രൂപമില്ലാത്തതെന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് അല്ല. ഒന്ന് ഉപരിതലാണ്, രണ്ട് അതിൻ്റെ ആഴാണ്. രൂപം ഉപരിതലം സർഫസ്, രൂപമില്ലായ്മ ഡെപ്ത് ആഴം. കടൽ എങ്ങനെയാണ് മുകളിൽ ഇങ്ങനെ പരന്ന് കിടക്കണു, ഇറങ്ങി നോക്കിയാലേ അറിയുള്ളൂ അതിൻ്റെ വലിപ്പം എന്താണെന്ന്. അതുപോലെ കാണുന്ന വിഗ്രഹം ഉപരിതലം, കാണാത്ത ഭഗവാന്റെ നിരാകാര രൂപം അതിൻ്റെ ആഴം. ഈ വിധത്തിൽ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തത് സൃഷ്ടി എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഒരു ആവശ്യത്തുനിന്നോ അധ്വാനത്തുനിന്നോ ഉണ്ടായിട്ടുള്ളതല്ല. ഭഗവാൻ കർത്താവല്ല, ഭഗവാന്റെ നോട്ടം ഈക്ഷണം എന്ന് പറയും. നമ്മൾ ഈക്ഷണം ഈക്ഷിതാർത്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ലേ കനകധാരാസ്തവത്തിൽ. ഈക്ഷണം വെച്ചാൽ നോട്ടം. ആ നോട്ടം മാത്രമാണ് ഭഗവാന്റെ ഒരു നോട്ടം മാത്രമാണ് സൃഷ്ടിക്ക് കാരണം. ഇത് സൃഷ്ടി അതുകൊണ്ട് ഭഗവാന്റെ എന്തെങ്കിലും ആവശ്യത്തുനിന്നോ ഭഗവാൻ കുറേ കഷ്ടപ്പെട്ടിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. താൻ തന്നെ വിശ്വമായിട്ട് അങ്ങോട്ട് ഒരു ഇച്ഛ കൊണ്ട് പരിണമിച്ചിട്ടുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കുക. ആറാമത്തെ സത്യം, ആറാമത്തെ ലെസൺ, ദിവ്യരൂപം നിലനിൽക്കുന്നത് എന്തിനാ? ഗുരുവായൂരപ്പൻ എന്തിനാ ഇങ്ങനെ രൂപം എടുത്ത് നിൽക്കുന്നത്? ആ രസം നമുക്ക് നുകരാൻ വേണ്ടിയിട്ടാത്രേ, ആ മധുരം നുകരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സൃഷ്ടി ദുഃഖകരമാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഈ ജനിച്ചുകൊണ്ടാണല്ലോ ഈ രൂപം കാണാൻ പറ്റിയതും ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റിയതും. അതുകൊണ്ട് സന്തോഷിക്കുക. ലോകം എന്ന് പറയുന്നത് കർമ്മഫലം അനുഭവിക്കാനുള്ള സ്ഥലം മാത്രമല്ല, ഭക്തിരസം നുകരാനുള്ള ഒരു വേദി കൂടിയാണ്, ഒരിടം കൂടിയാണെന്ന് മനസ്സിലാക്കിയാൽ ജീവിതം ബ്യൂട്ടിഫുള്ളാവും. അതാണ് ആറാമത്തത്. ചോദിക്കണതിനും പ്രയത്നിക്കണതിനും മുൻപേ തന്നെ ശരണാഗതി അടഞ്ഞവന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുൻകൂട്ടി അറിഞ്ഞ് ചെയ്തിരിക്കും. കുചേലൻ്റെ കാര്യത്തിൽ അതാ സംഭവിച്ചു. ഒന്നും ചോദിക്കേണ്ടി വന്നില്ല, കയ്യിൽ കൊടുത്ത് ബുദ്ധിമുട്ടിച്ചുമില്ല, വീട്ടിലെത്തിച്ചു കൊടുത്തു. അല്ലേ? ഗുരുവായൂരപ്പൻ്റെ ഒരു സ്വഭാവം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒക്കെ വീട്ടിലേ കൊടുക്കുള്ളൂ. കാശ് മാത്രമല്ല, നല്ല പണിയും കൊടുക്കും. വീട്ടിലാണ് കൊടുക്കുക, കുടുംബക്കാർക്കാണ് കൊടുക്കുക. ഈ അടിച്ചു മാറ്റി കൊണ്ടുപോകണമാരുണ്ടല്ലോ, അവർക്കൊക്കെ വീട്ടിലാണ് കിട്ടുക. കാലങ്ങൾ വരുന്ന രോഗങ്ങൾ, തലതിരിഞ്ഞു പോണ മക്കൾ, ഇതൊക്കെ കാണാം. നല്ലതും വീട്ടിലേ കൊടുക്കുള്ളൂ. കുചേലൻ്റെ കൈ കൊടുത്തില്ല, ചെന്നപ്പോൾ വീട് മൊത്തം മാറിയിരിക്കും. അല്ലേ? നല്ലതും ചീത്തയൊക്കെ ഭഗവാൻ കുടുംബത്താ തരിക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിടപഴകുക. പിന്നെ ഏറ്റവും വലിയ സമ്മാനം വസ്തുക്കളല്ല, ആത്മാവ് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഭഗവാനെ തരുന്നതാണ് ഏറ്റവും വലിയ ഗ്രേസും ഗിഫ്റ്റും ഭഗവാന്റെ നിന്ന് കിട്ടേണ്ടത്. ഭഗവാനെ വരം തരൂ എന്ന് പറയുമ്പോൾ ഭഗവാനെ തരൂ എന്ന് പറയണ അതിൽ നല്ലത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒമ്പതാമത്തെ കാര്യം, ആനന്ദം എന്ന് പറയണത് ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെയല്ല, ഏകപക്ഷിയല്ല. ഭക്തർ ഭഗവാനിൽ ആനന്ദിക്കുമ്പോൾ ഭഗവാൻ അവനവനിൽ ആനന്ദിക്കേണ്ടതെന്ന് നോക്കൂ. നമ്മൾ ഓരോരുത്തരുടെയും ആനന്ദിക്കുന്നവരുടെ എണ്ണം കൂടുന്തോറും ഭഗവാന്റെ ആനന്ദം വർദ്ധിക്കുന്നു. ഭഗവാൻ ആത്മാരാമനായിരിക്കുന്നത് നമ്മൾ ഭഗവാനെ ആലോചിച്ച് ആനന്ദിക്കണോണ്ടത്രേ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, സ്തുതിക്കുമ്പോൾ ഭഗവാൻ അത് കേട്ടിട്ട് ആ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ തമാശയ്ക്ക് പറയും, ആ വത്സ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അതൊക്കെ കഥയിലും നാടകത്തിലൊക്കെ ഉള്ളൂ. നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാവുന്ന ഹർഷം തന്നെയാണ് ഭഗവാന്റെ ഹർഷം. നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ ഭഗവാൻ കരയുണ്ട്, നമ്മൾ ചിരിച്ചാൽ ഭഗവാൻ ചിരിക്കുന്നുണ്ട്, നമ്മൾ നൃത്തം വെച്ചാൽ ഭഗവാൻ നൃത്തം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൂന്താരം പറഞ്ഞ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കുന്നത്. അപ്പോൾ ഉണ്ണിയും കിടന്ന് തുള്ളിച്ചാടും നമ്മുടെ ഒപ്പം. ആ തുള്ളിച്ചാടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആനന്ദം ഒരു സൈഡിൽ നമുക്ക് മാത്രമുള്ളൊരു സ്പെഷ്യൽ സംഭവം ഒന്നുമല്ല. നമ്മൾ ആനന്ദിച്ചാൽ ഭഗവാനും ആനന്ദിച്ചു.
ഇവിടുത്തെ സന്തോഷം അവിടുത്തെ സന്തോഷം. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് ഭയമില്ലാത്ത എന്തൊരവസ്ഥയുണ്ടോ അതാണ്. അല്ലാണ്ട് പേടിപ്പിച്ചിട്ടുള്ളൊരു ഈശ്വരവിശ്വാസം നമ്മളെ ഒരിക്കലും ആനന്ദത്തിലെത്തിക്കില്ല. പേടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും, അയ്യോ ഭഗവാനെ എനിക്ക് പേടിയാണ്. നരസിംഹം പ്രത്യേകിച്ചു കാരുണ്യമൂർത്തിയാണ്. നിങ്ങൾക്ക് അത്രയും പേടി തോന്നുണ്ടെങ്കിൽ ആ പല്ലിലേക്കും സടയിലേക്കും നോക്കണ്ട, കണ്ണിൽ നോക്കുക. അങ്ങനെ കാരുണ്യം അങ്ങനെ വരണ കാണാം. ഒരച്ഛൻ, സ്നേഹമുള്ളൊരച്ഛനെ കാണാൻ പറ്റും അവിടെ നമുക്ക് നരസിംഹസ്വാമിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയായിട്ട് കാണുകയും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇന്നാളെ ഞാൻ മയൂർവിഹാറിൽ പറഞ്ഞു, ഉണ്ണിസിംഹം, ഒരു ചെറിയ സിംഹം, അതിനെ മടിയിലിരുത്തുക. ഒരു അസർബൈജാനി അമ്മമ്മയുടെ കഥ ഞാൻ പണ്ട് നരസിംഹതത്വം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നാളെ തെറ്റിയിട്ട് ഉസ്ബെക്കി എന്ന് പറഞ്ഞു, അസർബൈജാനത്. ആ അമ്മമ്മ അഹോബിലത്തിലാണ് താമസിച്ചിരുന്നു. വന്നിട്ട് ആ അഹോബിലത്തിൽ അസർബൈജാനിൽ വന്നിട്ട് അവരുടെ പൂർവ്വത്തിലൊന്നും അവർക്ക് ഹൈന്ദവമായിട്ടുള്ള ഒരു പാരമ്പര്യമില്ല. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ഇങ്ങോട്ട് വരണം തോന്നി ഇവിടെ വന്നു. ആ കാട്ടിൽ അവരൊരു കുടിൽ കെട്ടി താമസിച്ചു. സന്ധ്യയായ പൂജാരി വരെ അമ്പലം പൂട്ടി ഇറങ്ങിപ്പോവും. ഇവരവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ പൂജാരി മല ഇറങ്ങുമ്പോൾ മുകളിൽ പാത്രമൊക്കെ എടുത്ത് എറിയണ കേൾക്കാത്രേ. കോന്തറം പല്ലും വെച്ചോണ്ടിരിക്കും, ഒന്നും തിന്നൂല്ല, കുടിക്കൂല, ദേഹം ക്ഷീണിച്ചു, കഴിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞു. ഇവർ സിംഹത്തിന് ചീത്ത പറയുക, നരസിംഹത്തിന് ചീത്ത പറയണവർ. നരസിംഹം അവരുടെ വളർത്തു മകനാണ്. അതിന് പറഞ്ഞ കോന്തറം പല്ലെന്ന്. ആ പല്ലും വെച്ചിട്ട് ഒരു സാധനം മര്യാദയ്ക്ക് ചവയ്ക്കൂല്ല, തിന്നൂല്ല, ദേഹം ശോഷിച്ചു പോയി. നമ്മളല്ലേ കുട്ടി ക്ഷീണിച്ചു എന്ന് പറയണ്. നരസിംഹം ക്ഷീണിച്ചു എന്നാണ് പറയണത് അമ്മ. അവസാനം ലയിക്കുക ചെയ്തു. ഒരു ഭയങ്കര കഥയത്. ആ ഒന്നാമത്തെ എൻ്റെ പഴയ 2018 പ്രഭാഷണം കിടപ്പുണ്ട്, നരസിംഹതത്വം ഗുരുവായൂർ വെച്ചുണ്ടായത്, അതിലുണ്ട് ആ കഥ. അതുകൊണ്ട് ഭഗവാൻ ആനന്ദിക്കുന്നുണ്ട്. യശോദ സന്തോഷിക്കുമ്പോൾ ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ട്. നമ്മുടെ സന്തോഷം കാണാനാണ് ഭഗവാൻ ഓരോന്ന് കാണിക്കണം. ചില കുട്ടികളുടെ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി അവരോരോന്ന് ചെയ്യില്ലേ, അത് തന്നെ ഭഗവാന്റെ സൈക്കോളജി. അവസാനം 10ാമത്തെ ലെസൺ, പരമാധികാരം എന്ന് പറഞ്ഞാൽ അനാസക്തിയാണ്. ഏറ്റവും വലിയ പരമാധികാരി, അൾട്ടിമേറ്റ് സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിലും ആഗ്രഹമില്ലാണ്ടിരിക്കണവനാണ് ഏറ്റവും ബലവാൻ, ഏറ്റവും അധികാരമുള്ളവൻ. എല്ലാ പ്രപഞ്ചശക്തികളെയും നിയന്ത്രിക്കുമ്പോഴും സാക്ഷാൽ മഹാലക്ഷ്മി വക്ഷസ്സിലിരിക്കുമ്പോഴും ഭഗവാൻ സകലത്തിൽ നിന്നും സ്വതന്ത്രനായിട്ടിരിക്കണു. ഗുണങ്ങൾ ആ ഭഗവാനെ, ഗുരുവായൂരപ്പനെ ബാധിക്കുന്നില്ല. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള 10 അടിസ്ഥാന തത്വങ്ങളാണ് ഭട്ടതിരി ആദ്യത്തെ ആ ദശകത്തിൽ എഴുതി വെച്ചേ. ഇത് അറിയാതെ നമ്മൾ അപ്പുറത്തേക്ക് പോയി എന്ത് വരാഹം, എന്ത് നരസിംഹം, എന്ത് കൃഷ്ണൻ വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇതിൻ്റെ മുഴുവൻ പ്രകാശനമാണ് സംഭവിക്കുന്നത് ഇനി വരുന്ന കഥകളിലും ഭഗവാന്റെ ലീലകളിലും. ഭഗവാൻ ഗുണങ്ങളുള്ളവനല്ല, മറിച്ച് ഗുണങ്ങൾക്ക് കീഴടങ്ങാത്തവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഭഗവാന്റെ ഓരോ ചെയ്തികളും മനസ്സിലാക്കാൻ. അതുകൊണ്ട് 10 ശ്ലോകങ്ങളെയും ഒരുമിച്ച് ചേർത്താൽ നമുക്കൊരു വരി കിട്ടും. അനന്തമായിട്ടുള്ള സത്യം, അതിൻ്റെ പൂർണ്ണത ഒട്ടും കുറയാണ്ട് ഭക്തർക്ക് എളുപ്പത്തിൽ പോയിട്ട് കിട്ടാവുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് കുടികൊള്ളുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഗുരുവായൂരെന്നും ആ ദേവൻ്റെ പേര് ഗുരുവായൂരപ്പൻ എന്നുമാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സത്യമല്ല, മറിച്ച് നമുക്കൊക്കെ സ്നേഹിക്കാനും അനുഭവിക്കാനും കഴിയണ പരമമായിട്ടുള്ള സത്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഭട്ടതിരി ഭാഗവതത്തിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള രൂപത്തെ കാണിച്ചു തരികയാണ്. ഭാഗവതം എങ്ങനെയാണ് തുടങ്ങണത്? ജന്മാദ്യസ്യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി എന്നാ ഉദ്ഘോഷിച്ച് സത്യത്തെ ഉപാസിക്കുക, സത്യത്തെ ഉപാസിക്കുക, നാരായണനെ ഉപാസിക്കുക. കൃഷ്ണൻ പരം ധീമഹി, ശിവം പരം ധീമഹി, അംബാപരം ധീമഹി എന്നൊന്നുമല്ല പറഞ്ഞ്, സത്യം പരം ധീമഹി എന്നാ പറഞ്ഞ്. ആ ഗർഭത്തിൽ കിടക്കുമ്പോൾ ദേവകിയുടെ ഗർഭത്തിൽ കിടക്കണ ഭഗവാനെ ബ്രഹ്മാദികൾ സ്തുതിക്കണം. എങ്ങനെയാണ്? സത്യം അല്ലേ, സത്യമേ എന്ന് വിളിച്ചിട്ടാണ് സ്തുതിക്കണം. ഗർഭസ്തുതി തുടങ്ങണം എങ്ങനെയാ? എല്ലാറ്റിലും സത്യം 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 എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ബോധവസ്തു ഉണ്ട് എന്ന് നമ്മൾ എപ്പോൾ തിരിച്ചറിയണോ അപ്പോൾ അത് സത്യം എന്ന് പറയുന്ന വാക്കാൽ അറിയപ്പെടും. അപ്പോഴാണ് അത് സത്യമാണ്. വെൻ ഇറ്റ് ബിക്കംസ് എ റിയാലിറ്റി ഫോർ us. അത് റിയാലിറ്റി ആയാൽ അത് സത്യമാണ്. അതിനെ തിരിച്ചറിയാനാണ് ഈ അഭ്യാസം മുഴുവൻ നമ്മൾ കാണിക്കുന്നത്. ആ സത്യം ഉപാസിക്കാൻ തന്നെയാണ് ഭട്ടതിരിയുടെ. ഭട്ടതിരി വളരെ കഷ്ടപ്പെട്ട് ഒന്നും പോണ്ട. ഗുരുവായൂരിലിരിക്കുന്ന ആ ദേവൻ ഈ സത്യമാണ്. ഗുരുവായൂരപ്പൻ രാത്രി ശിവേലിക്ക് പുറത്തേക്ക് അങ്ങോട്ട് എഴുന്നള്ളുമ്പോൾ ആ ആനപ്പുറത്ത് അങ്ങോട്ട് ഫസ്റ്റ് കയറിയിട്ട് ആദ്യത്തെ ശിവേലി കഴിഞ്ഞിട്ട് എഴുന്നള്ളത്തിന് വിളക്കെഴുന്നള്ളിപ്പിന് ഭഗവാനെ ആന മാറ്റും, കോലത്തിൽ കയറ്റിയിട്ട് തിരിച്ചു കയറ്റും. ആ തിരിച്ചു കയറ്റുന്ന സമയത്ത്
അറിയാണ്ട മനസ്സിൽ പൊട്ടാറുള്ള ശ്ലോകം ഈ ജന്മാദ്യസ്യതോ എന്നാണ്. കാരണം ആ സത്യം പരം ധീമഹി എന്നുള്ളതിൻ്റെ വിഷ്വലാണ് അവിടെ നടക്കുന്നത്. ഏതൊരു സത്യമാണോ അങ്ങനെ യോഗികൾ പോലും കഷ്ടപ്പെട്ട് നേടണം, അത് അവിടെ വന്ന് ആനപ്പുറത്ത് കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തിന് നിൽക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് കൈ നീട്ടിയിട്ട് തൊടാം അല്ലേ? അത്രയും പ്രോക്സിമിറ്റിയിൽ ആക്സസിബിളായിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ ലഭിക്കുകയും ചെയ്യണത്. അതുകൊണ്ട് ഈ എന്താ പറയുക, ഒന്നാമത്തെ ദശകം വീണ്ടും 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 പഠിക്കണം. ഉപനിഷത്തുക്കളുടെ മുഴുവൻ സാരസർവസം 10 ഉപനിഷത്തുക്കൾ, പ്രധാന ദശോപനിഷത്തുക്കൾ എടുത്താൽ ആ ദശോപനിഷത്തുക്കളുടെ 10 എണ്ണത്തിൻ്റെയും ചാറി 10 ശ്ലോകത്തിലുണ്ട്. ഇനി മഹാവാക്യങ്ങൾ എടുത്താൽ പ്രജ്ഞാനം ബ്രഹ്മ ഐതരോപനിഷത്തിലെ, അല്ലെങ്കിൽ ബൃഹദാരണ്യത്തിലെ അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി, അതല്ലെങ്കിൽ മാണ്ഡൂക്യത്തിലെ അയമാത്മാ ബ്രഹ്മ, ഇതൊക്കെ എടുക്കുക. അതേമാതിരി തന്നെ ഛാന്തോക്യത്തിൽ തന്നെ സർവം ഖല്വിതം ബ്രഹ്മ, ഇതെല്ലാം എടുത്താൽ ഈ 10 ശ്ലോകങ്ങളിലുള്ളിൽ ഇത് കാണാൻ പറ്റും. അത് മറ്റൊരവസരത്തിൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ അത് മാത്രം പറയാം. ഉപനിഷത്തും ഈ ദശകവും മാത്രം. ഇന്നിപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല. കാരണം ഇത് ഈ ഫണ്ടമെൻ്റലിലേക്ക് എത്തുമ്പോൾ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ ചുമട് എൻ്റെ തൊഴിൽ നിന്ന് ഇറങ്ങിയ ഫീലാണ്. വളരെ റിലാക്സ്ഡായി. കാരണം എന്താ വെച്ചാൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് തരാൻ പറ്റിയാൽ ഇനി ബാക്കി 7 ദിവസം പ്രഭാഷണം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മാതിരിയാണ്. അത്രയും പ്രധാന 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 ഭാഗമാണ് ഈ 10 ശ്ലോകത്തിൻ്റെ ഒരു ക്രക്സ് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും വളരെ വേഗത്തിൽ ഓടിച്ചു പോകും. അത് ചെയ്യാൻ പാടില്ല. അതേപോലെ ദ്വൈതം, വിശിഷ്ടാദ്വൈതം, ശുദ്ധാദ്വൈതം, ദ്വൈതാദ്വൈതം, അദ്വൈതം, ഇതൊക്കെ കൂടാണ്ട് അചിന്ത്യ ഭേദാഭേദം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഇത്രയും ഫിലോസഫികൾ, ദ്വൈതം മധ്വൻ്റെ, രാമാനുജൻ്റെ വിശിഷ്ടാദ്വൈതം, അതേമാതിരി തന്നെ നമ്മുടെ നിംബാർക്കൻ്റെയും വല്ലഭൻ്റെയൊക്കെ ഈ ശുദ്ധാദ്വൈത ദ്വൈതാദ്വൈതങ്ങളൊക്കെ, അചിന്ത്യഭേദാഭേദം ചൈതന്യൻ്റെ, ശങ്കരാചാര്യ സ്വാമികളും ഗൗഡപാദാചാര്യനും ഗോവിന്ദഭഗവത്പാദരുടെയും അതിനൊക്കെ മുൻപുള്ള പൂർവ്വസൂരികൾ വ്യാസൻ ബാദരായണൻ്റെ ഒക്കെയുള്ള അദ്വൈതം ഏതെടുത്താലും ഭട്ടതിരിയുടെ 10 ശ്ലോകങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തിളങ്ങണ കാണാം. ഏത് സ്കൂളിനും ഇത് അവരുടേതാക്കി വ്യാഖ്യാനിക്കാൻ പറ്റും. അവരുടേതാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റണമെങ്കിൽ അത് അത്രയും പൂർണ്ണമായിരിക്കണം. അത് അത്രയും പൂർണ്ണമാവണമെങ്കിൽ ആ 10 ശ്ലോകവും ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനാണ് ആ 10 ശ്ലോകം എന്നുള്ളതുകൊണ്ടാണ് ഏത് സിദ്ധാന്തക്കാർക്കും അവരുടെ രീതിക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റണത്. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമുക്ക് ആ വഴിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അതും വിശേഷമായിട്ട് പഠിക്കേണ്ട ഒരു രീതിയാണ് ദ്വൈതത്തിൻ്റെ ദ്വൈത വേദാന്തം, വിശിഷ്ടാദ്വൈത വേദാന്തം, ശുദ്ധാദ്വൈത വേദാന്തം, ദ്വൈതാദ്വൈത വേദാന്തം, അദ്വൈത വേദാന്തം, അചിന്ത്യ ഭേദാഭേദം. ഇത്രയും സ്കൂളുകൾ, ഇത് ഞാൻ അക്കാഡമിക്കലി താല്പര്യമുള്ള ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇതൊന്നും നമ്മൾ ഗൃഹസ്ഥർക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ലൈവിൽ കുറേ പേര് കാണുന്നുണ്ട്, 10,000-2000 പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഞാൻ നോക്കുമ്പോൾ. അപ്പം കാണുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഈ റെക്കോർഡിംഗ് നാളെ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് നാളെ തോന്നുകയാണെങ്കിൽ ആ മാർഗത്തിലൊന്ന് പോയി നോക്കൂ. നല്ല രസമാണ്. ഒരുപാട് കാര്യം ഈ കിടന്ന് തമ്മിൽ തല്ലണേന്ന് ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലാവും. ഞങ്ങളുടെ രീതി ശരി, ശ്രീരംഗംകാരും തിരുപ്പതിക്കാരും തമ്മിലടി, ദ്വാരകക്കാരും ശ്രീരംഗംകാരും തമ്മിലടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ വെറുതെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ എന്താ പറയുക വിഷയത്തിനെ ഇത്രയ്ക്കും ലളിതമായിട്ട് ഭട്ടതിരിപ്പാക്കൂടെ അത് പറഞ്ഞു തന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയിട്ട്, നമുക്കിനി വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, എന്നാലും ഞാൻ പട്ടണത്ര വേഗതയിൽ ചുരുക്കി പറഞ്ഞു പോവാം. 2ാമത്തെ ദശകത്തിലേക്ക് വരുന്ന സമയത്ത് ഭഗവാന്റെ രൂപമാധുര്യം, അതേമാതിരി ഭക്തിയുടെ മാഹാത്മ്യമാണ് പറയണത്. ഭക്തി പ്രാർത്ഥന അല്ലെങ്കിൽ ഭക്തിയുടെ മാഹാത്മ്യം എന്ന് പറയും. ഹൃദയം വരണ്ടിരിക്കണ സമയത്ത് ഏതൊരു മനുഷ്യനും തത്വചിന്തകളൊക്കെ വളരെ ഭാരമായിട്ട് തോന്നും. അവരുടെ അടുത്തൊന്നും പോയിട്ട് ഈ 1-ാം ദിവസത്തെ 10 ശ്ലോകമൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സ് ആകെ തളർന്നിരിക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് ഫിലോസഫി പറഞ്ഞതിൽ പരം വലിയൊരു ഹിംസ വേറെ ഇല്ല. ഹിംസിക്കലിന് തുല്യമാണ് ഒരാളോട് പോയിട്ട് വരട്ടുവാദം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ സ്നേഹം കൊണ്ട് ഹൃദയം ആർദ്രമാകുമ്പോൾ ഭഗവാൻ അരികിലേക്ക് വരും, ഏറ്റവും അടുത്ത് വന്നിരിക്കും, ചിലപ്പോൾ മടി കയറിയിരിക്കും. അങ്ങനെ വരുത്താനുള്ളൊരു വിദ്യ. അതുകൊണ്ട് ഈ ദശകത്തിൽ 2 കാര്യമാണ് ചെയ്യണത്. ആദ്യം ആ ദശകം ഭഗവാന്റെ രൂപത്തിനെ അത്രമേലെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരും. സൂര്യസ്പർദ്ധി കിരീടമൂർദ്ധതിലകത് പ്രോദ്ഭാസി ബാല, സൂര്യനുമായിട്ട് മത്സരിക്കുന്ന തരത്തിൽ വെട്ടിത്തിളങ്ങുന്ന കിരീടം എന്ന് പറഞ്ഞാൽ തുടങ്ങണേ തന്നെ. ഗുരുവായൂരപ്പൻ്റെ കിരീടത്തിനെ സൂര്യസ്പർദ്ധി കിരീടം എന്ന് വിളിച്ചുകൊണ്ടാണ്. സൂര്യനുമായിട്ട് സ്പർദ്ധ,
സൂര്യനാണോ കൂടുതൽ പ്രകാശം അതോ കിരീടത്തിനാണോ കൂടുതൽ പ്രകാശം? കാതിൽ തിളങ്ങണ കുണ്ഡലങ്ങൾക്കാണോ പ്രകാശം അതോ ഭഗവാന്റെ കവിളിലത്തെ ലൈറ്റ് തട്ടിയിട്ട് പ്രകാശം തിരിച്ചടിക്കുകയാണോ? ഇങ്ങനെയൊക്കെയാണ് ഭട്ടതിരി. അതിൻ്റെ കാവ്യഭാഗം ഭയങ്കര രസമാണ്. അതൊക്കെ നിങ്ങൾക്ക് അർത്ഥം വായിച്ച് മനസ്സിലാക്കാം. നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ചാറ് പിടിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ മാതിരി അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, അത് നമുക്ക് കാളി വെച്ചിട്ടുള്ളതാണ്, അത് അങ്ങോട്ട് എടുക്കുക. അതെടുക്കാനുള്ള ഒരു വഴി നോക്കുകയാണ്. ആ ഒന്നാമത്തെ രണ്ടാമത്തെ ശ്ലോകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു കാര്യം മനസ്സിലാക്കി തരുന്നുണ്ട്. വെറുതെ അല്ല ഭട്ടതിരി ഭഗവാനെ അങ്ങനെ അങ്ങോട്ട് വർണ്ണിക്കണത്, നമ്മളെ ആകർഷിക്കാനാ. കുട്ടിയെ മിഠായി കാണിച്ചിട്ട് ഇങ്ങോട്ട് വാ 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 പറഞ്ഞ് വിളിക്കില്ലേ, അതുമാതിരി ഭഗവാന്റെ സൗന്ദര്യം കാണിച്ച് 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 വർണ്ണിച്ച് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. മനുഷ്യർക്കൊക്കെ ഈ പടികൾ കയറിപ്പോകാൻ ഏറ്റവും എളുപ്പമുള്ള കോണിപ്പടിയാണ് ഭഗവാന്റെ സൗന്ദര്യം. ഇല്ലെങ്കിൽ നമ്മൾ കയറിപ്പോവില്ല. ആ സൗന്ദര്യം കാണിച്ച് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 ശ്ലോകങ്ങളെ കൊണ്ട് വെറും അലങ്കാരം പറയണില്ല, അത് ഭഗവാന്റെ തന്നെ കരുണയുടെ ദൃശ്യാവിഷ്കാരമാണെന്നാണ് പറയണത്. ഭഗവാന് സത്യത്തിൽ രൂപമില്ല. ഇങ്ങനെ ആയിരിക്കണം ഭഗവാൻ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, രാവിലെ പറഞ്ഞ മാതിരി ഭഗവാൻ ഇങ്ങനെ പീലിയും ഇതൊക്കെ വെച്ച് വരണം എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് ഇവിടെ നടക്കുന്നുണ്ടാവും, നൂഡിൽസ് കഴിക്കുന്നുണ്ടാവും എന്നൊക്കെ ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയില്ലേ? നൂഡിൽസ് അത് ഓർമ്മയുണ്ട് എല്ലാവർക്കും, ചിരിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യനേക്കാൾ തിളക്കമുള്ള കിരീടം, തിലകം. അറിയാം, തിലകം പറയുമ്പോൾ തന്നെ നമ്മൾ പണ്ടിവിടെ ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേക വസ്തു. കർണാമൃഗത്തിലെ വരികളതൊക്കെ. വില്വങ്കലത്തിൻ്റെ കുണ്ഡലങ്ങൾ, കൗസ്തുഭം, വനമാല, ശ്രീവത്സം, ശംഖ്, ചക്രം, ഗദ, പത്മം, ഇതൊക്കെ ധരിച്ച 4 തൃക്കരങ്ങൾ. ഇതൊക്കെ ഒരു ചിത്രകാരൻ എങ്ങനെയാണോ വരച്ച് മെല്ലെ മെല്ലെ ഓരോ ഡീറ്റെയിൽ കൊടുത്ത് വരയ്ക്കുക, അതുപോലെ ഭട്ടതിരി തൻ്റെ മനസ്സിൽ കാണുന്നതിനെ വാക്കുകളെ കൊണ്ട് ഇങ്ങനെ വരച്ചു വയ്ക്കുന്നു. പക്ഷെ ആ വർണ്ണനയുടെയൊക്കെ സെൻറ്റർ പോയിൻ്റ് ഒന്നാണ്, കാരുണ്യാമൃത ഒഴുകണ ആ ആർദ്രമായിട്ടുള്ള കണ്ണുകൾ, കാരുണ്യം കൊണ്ട് ആർദ്രമായിട്ടുള്ള ഭഗവാന്റെ കണ്ണുകൾ, അത് നമ്മുടെ ഉള്ളിലുള്ള ഭയത്തിനെ പോലെ അലിയിച്ച് കളയണ പുഞ്ചിരി. ഇത് 2 എണ്ണമാണ് ഇതിലത്തെ ക്രക്സ്. ബാക്കിയൊക്കെ മറന്നാലും ആ കണ്ണ് മറക്കരുത്, ആ ചിരി മറക്കരുത്. ധ്യാനിക്കുമ്പോൾ അവസാനം നമ്മൾ എത്തേണ്ടതില്ല ആ ചിരിയിലാണ്. അവസാനം ആ ചിരിയിൽ ആനന്ദം മാത്രമായിട്ട് നമ്മളും ഭഗവാനും അവശേഷിക്കേണ്ട ഒരു അവസ്ഥ എത്തും. അതാണ് സമാധി. കാരണം മനസ്സിന് വെറൈറ്റി കൊടുക്കണം. ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഒരു അച്ചു വാർത്ത മാതിരി ധ്യാനിക്കരുത്. കാല് ധ്യാനിക്കുക, കണങ്കാല് ധ്യാനിക്കുക, തുട ധ്യാനിക്കുക, അരക്കെട്ട് ധ്യാനിക്കുക, ഓരോന്നായിട്ട് മെല്ലെ ദിവസങ്ങൾ എടുത്തിട്ട് ഇന്ന് ഒരാഴ്ച നിങ്ങൾ അരക്കെട്ട് ധ്യാനിക്കൂ, ഒരാഴ്ച നിങ്ങൾ വയറ് ധ്യാനിക്കൂ, മെല്ലെ പോയാൽ മതി. അങ്ങനെ ധ്യാനിച്ച് 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 കുറേ ദിവസം കഴിയുമ്പോൾ മുഖമെത്തി കഴിയുമ്പോഴേക്കും ധ്യാനം ഏകദേശം നന്നായി ഉറച്ചിട്ടുണ്ടാവും. കണ്ണുകൾ ധ്യാനിക്കുക. ചിലപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കും കുറേ കാലം. കുറച്ച് കാലം കണ്ണ് തന്നെ നോക്കിയിരുന്നിട്ട് അങ്ങനെ കുടുങ്ങും. പിന്നെ അത് കഴിഞ്ഞ് മൂക്ക്, അത് കഴിഞ്ഞ് ചുണ്ട്, ചിരി, അവസാനം ചിരിയും മാഞ്ഞ് ആനന്ദം മാത്രമായിട്ട് മാറും. എൻ്റെ കൃഷ്ണാസ് വിസ്പർ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കൃഷ്ണമന്ത്രണം പുസ്തകം അവിടെ കൈവേറുത്. അതിൽ ആ പുസ്തകത്തിൻ്റെ കോർ ഐഡിയ തന്നെ ഇതാണ്, ഭഗവാന്റെ രൂപവും ഭഗവാന്റെ ചെയ്തികളിലും കൂടെ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് നിർത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമം. അപ്പോൾ ചിത്രകാരൻ വർണ്ണിക്കണ പോലെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും കണ്ണുകളെയും ചിരിയെയും വിട്ടുകളയാൻ പാടില്ല. അതുകൊണ്ട് ഭട്ടതിരി ശരിക്കും നമ്മുടെ അടുത്ത് പറഞ്ഞെന്താ, സൂക്ഷിച്ച് നോക്ക്. ഭഗവാന്റെ സൗന്ദര്യം, ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഭരണപ്പെട്ടി പോലെയല്ല. അല്ലിയുടെ ആഭരണം കണ്ട നാഗവല്ലിയുടെ അല്ലേ, ഇവരുടെ എടുക്കില്ലേ, അതുപോലെ നോക്കരുതെന്ന്. അത് അമ്മയുടെ മുഖം പോലെയാണെന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പെറ്റമ്മയുടെ മുഖം കാണുമ്പോൾ വേഭതു പിടിച്ചിട്ട് ഓടി നടക്കണം, വിറച്ച് നടക്കണം, കരഞ്ഞ് നടക്കണം കുട്ടി. ഇങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടാ അങ്ങോട്ട് വലിച്ച് ശാന്തനാവുക അല്ലേ. കുട്ടിക്ക് അമ്മയുടെ മുഖം കാണണം. ആരാ വാരിയെടുത്തതെന്ന് പോലും അപ്പം അറിയില്ല. മുഖം കാണുമ്പോഴാണ് ശാന്തത വരിക. അമ്മയുടെ മുഖം കാണുന്നതിന് തുല്യം അത്ര ഭഗവാന്റെ സൗന്ദര്യം കാണിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭഗവാന്റെ സൗന്ദര്യം കണ്ടാൽ നമ്മുടെ മനസ്സടങ്ങും. അതുകൊണ്ട് കവി ഇവിടെ ആഭരണങ്ങളെ ഒന്നും ആസ്വദിക്കുന്നില്ല. കിരീടം തിളങ്ങിക്കോട്ടെ, കുണ്ഡലങ്ങൾ തിളങ്ങിക്കോട്ടെ, ഒക്കെ എന്തോ ആയിക്കോട്ടെ, ഭഗവാന്റെ കണ്ണും ചിരിയും അത് കണ്ടാൽ മതി. അതിന് മാറ്റമില്ലല്ലോ. ഭഗവാൻ ആഭരണം ഇട്ടാലും ആഭരണം ഇട്ടില്ലെങ്കിലും, മേക്കപ്പ് ഇട്ടാലും മേക്കപ്പ് ഇട്ടില്ലെങ്കിലും, കണ്ണെഴുതിയാലും കണ്ണെഴുതിയില്ലെങ്കിലും, റോസ് പൗഡർ ഇട്ടാലും ഇല്ലെങ്കിലും ഗുരുവായൂരപ്പൻ്റെ കണ്ണും ചിരിയും മാറാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് അത് മറക്കരുത് എന്നാണ് പറയണത്. എന്നിട്ട് പറയുക, അത് കൊടുക്കുന്ന ആശ്വാസത്തിനെ നുകരുകയാണ്. ഭഗവാന്റെ പാദങ്ങൾ നിർമ്മലമായിട്ടുള്ള ഒരു പൊടിയോ ചെളിയോ ഇല്ലാത്ത താമര പോലെ തിളങ്ങണു, ദുഃഖത്തിനെ നശിപ്പിക്കണു എന്ന് പറയണതിൻ്റെ അർത്ഥം മനസ്സ് ഭഗവാന്റെ ആ രൂപത്തിൽ സ്പർശിക്കുമ്പോൾ
മനസ്സാലോചിക്കുകയാണ്, ഞാൻ എത്ര ശുദ്ധനായിരുന്നു പണ്ട് എന്ന്. ശുദ്ധമായിട്ടുള്ളൊരു വസ്തുവിനെ കാണുകയാണ്, മനസ്സിൽ ധ്യാനിക്കുമ്പോൾ മനസ്സ് ചിന്തിക്കണം എന്താ, എപ്പടി ഇരുന്ന ഞാൻ ഇപ്പടി ആയിട്ടേ. നേരത്തെ മാമ എന്നോട് വേറെ ശരത്ത് ഇടയ്ക്ക് ഒരു തമിഴൊക്കെ പറയാന്ന്. അപ്പോൾ ഇതാണ് പെട്ടെന്ന് ഇപ്പോൾ വന്നത്. അപ്പോൾ മനസ്സാലോചിക്കുകയാണ്, പണ്ട് ഞാൻ എത്ര, നമ്മൾ പറയില്ലേ ആ കുട്ടിക്കാലം നമ്മൾ എത്ര നിഷ്കളങ്കായിരുന്നു, എത്ര മനോഹരമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ, അതേമാതിരി ഗുരുവായൂരപ്പൻ്റെ ആ തൃപ്പാദം, ആ താമര പോലുള്ള കാല് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഓ നമ്മൾ എത്ര പ്യുവറായിരുന്നു എന്ന് ചിന്തിക്കണം എന്നാണ് പറയണത്. മൂന്നാമത്തെ ശ്ലോകം വിശേഷണങ്ങളുടെ അടുത്ത ഘട്ടമാണ്. സത്യത്തിൽ സ്നേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ഭട്ടതിരി അവിടെ പറയുന്നത്. സ്നേഹിക്കണതിനൊരു നിസ്സഹായാവസ്ഥയുണ്ട്. എത്ര തന്നെ വെച്ച് സ്നേഹിക്കാൻ പറ്റും? ആ ഒരു നിസ്സഹായാവസ്ഥ അവിടെ വരികയാണ്. മഹത്തായതിനെക്കാട്ടിലും മഹത്തരമായത്, ആ ശ്ലോകം ആലോചിച്ച് നോക്കുക. മഹത്തായതിനെക്കാട്ടിലും മഹത്തരം, ആകർഷകമായതിനെക്കാട്ടിലും ആകർഷകം, മധുരമായതിനെക്കാട്ടിലും മധുരമായത്, അത്ഭുതത്തിനെക്കാട്ടിലും അത്ഭുതമായത്. ഇതൊന്നും അതിശയോക്തിക്ക് വേണ്ടിയിട്ടല്ല പറയണത്. ഹൃദയം ഭഗവാനെ, ഗുരുവായൂരപ്പനെ കാണുന്ന സമയത്ത് നമ്മുടെ നാവിന് ഭ്രാന്ത് പിടിക്കും. ഹൃദയം ഗുരുവായൂരപ്പനെ കാണുന്ന സമയത്ത് നാവിന് ഭ്രാന്ത് പിടിക്കും. അത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓ എന്തൊരു ചന്തം, എന്തൊരു ചന്തം, എന്തൊരു ചന്തം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത്രേ. ഇത് അനുഭവത്തിൽ വരുന്നവർക്ക് അറിയും. നമ്മൾ പറയും എന്തു ഭംഗിയാ, എന്തു ഭംഗിയാ, എന്തു ഭംഗിയാന്ന് പറയും. ഇപ്പം നമ്മളിവിടെ തന്നെ സ്വാമിയെ കണ്ണു വെച്ചുകൊണ്ടേ ഇരിക്കില്ലേ, അങ്ങനെ കണ്ണു വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സൗന്ദര്യം കാണെ നാക്കിന്ന് വിശ്രമമില്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ ഈ ലോകത്തിലുള്ള മറ്റ് സൗന്ദര്യമുള്ള വസ്തുക്കളായിട്ട് ഭഗവാനെ താരതമ്യം ചെയ്യണില്ല. മനുഷ്യൻ സാധാരണ ഏത് വസ്തുവിനെ ലോകത്തിൽ ഭംഗിയുള്ള കണ്ടാലും വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യും. ഭഗവാനെ കണ്ടാൽ കമ്പയർ ചെയ്യാനൊന്നുമില്ല. എന്തിനെ കമ്പയർ ചെയ്യും? കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ കമ്പയർ ചെയ്യാൻ പറ്റായ്മയുടെ ആഘോഷമാണ് സൗന്ദര്യലഹരി, അമ്മയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കൽ ഈ രൂപം നുകർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് ரொம்ப ഡേഞ്ചറസ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പിടിപിടില്ല. ഭഗവാന്റെ ആ രൂപം ഒരിക്കൽ കണ്ടാൽ പിന്നെ പിടിപിടില്ല എന്ന് പറഞ്ഞു. 4ഉം 5ഉം ശ്ലോകത്തിൽ പറയണു, ഭഗവാൻ സ്മരിക്കുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി പോലും വസിക്കണു. ഭഗവാനെ സ്മരിക്കുന്ന സ്ഥലത്ത്, ഭഗവാനെ ആരെവിടെയാണോ സ്മരിക്കണത് അവിടെ ലക്ഷ്മി ഉണ്ടെന്നാണ് പറഞ്ഞു. ലക്ഷ്മി ദേവിയെ കുറിച്ചിട്ട് അവിടെ ഒരു ചെറിയ തമാശയും പറഞ്ഞു വെക്കുന്നുണ്ട്. ലക്ഷ്മി ഒരു സ്ഥലത്ത് നിൽക്കാത്തത് കൊണ്ട് ആൾക്കാർ അവളെ ചഞ്ചല എന്ന് വിളിക്കും. പക്ഷെ സത്യം ഇതാണ്, ഭഗവാന്റെ സൗന്ദര്യം കൊണ്ട് ആകർഷിക്കപ്പെട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ, അവൾ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകണമെന്ന്. അതുകൊണ്ടാണ് അത്ര മഹാലക്ഷ്മി അസ്ഥിരയായി പോയത്. ഒരാളുടെ അടുത്തും പൂർണ്ണമായിട്ട് ഇരിക്കില്ല എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെ കാണണം തോന്നും, അപ്പോൾ ഓടും. അതോടെ ഇവൻ്റെ കഥയും പോരും. ആരെടുത്തു നിന്നാണോ എണീച്ചോടിയത് ആ ആളുടെ കഥ പോയി. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതിനുശേഷം വളരെ ഡെപ്തായിട്ടൊരു കാര്യം പറഞ്ഞു. ധ്യാനത്തിലും കീർത്തനത്തിലും ഒക്കെ ഭഗവാന്റെ ഗുണഗണങ്ങൾ ആസ്വദിക്കണതിലും മുഴുകിയിരിക്കുകയും ചെയ്യുന്ന ഭക്തരോടൊപ്പമാണ് മഹാലക്ഷ്മി ശരിക്കും സ്ഥിരമായിട്ട് വസിക്കണമെന്ന്. അവിടെ നമ്മൾ കരുതുന്ന ലക്ഷ്മി അല്ലാതെ ആ പരമാനന്ദ സന്തോഷ ലക്ഷ്മിയാണ് ഭട്ടതിരി ഇവിടെ പറയണത്, അല്ലാണ്ട് റോക്കടയല്ല. ഈ കാശാകുന്ന ലക്ഷ്മി അല്ല അത് പറയണത്. എവിടെ ഭക്തി ഉണർന്നിരിക്കുന്നുണ്ടോ അവിടെ ജീവിതം ശരിയായ പാതയിലാവണോ. എവിടെയാണോ ലക്ഷ്മി ഇരിക്കണത് അവിടെ ജീവിതം ശരിയായ പാതയിൽ വരും. ലക്ഷ്മി ഇല്ലാത്ത സ്ഥലത്ത് ജീവിതം ശരിയായ പാതയിലാവില്ല. കാരണം ലക്ഷ്മി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ലക്ഷ്യത്തിലെത്തിക്കണവളെന്നാ. എന്താ ലക്ഷ്യം? ആ തൃപ്പാദങ്ങളാ. ആ വിഷ്ണുപാദത്തിൽ എത്തിക്കാൻ സഹായിക്കുന്ന ആളാണ് ലക്ഷ്മി. അതുകൊണ്ട് ജീവിതം ശരിയായ പാതയിലാവും ഭക്തി ഉണർന്നാൽ. ഹൃദയം സ്ഥിരമായിട്ടിരുന്നാൽ ലൗകികമായിട്ടുള്ള ഐശ്വര്യങ്ങൾ പോലും അവിടെ സ്ഥിരത കണ്ടെത്തും. ഭഗവാൻ നമ്മുടെ വീട്ടിൽ താമസിച്ചാൽ സകലതും ക്രമത്തിലാവും. ഒരു പരിശ്രമവും ചെയ്യണ്ട. കാരണം വീടിൻ്റെ കേന്ദ്രം ഭഗവാനാണ്. വീടിൻ്റെ കേന്ദ്രം ഭഗവാനായാൽ അവിടുത്തെ എല്ലാം ക്രമമാവും. കാരണം അത് ഭഗവാന്റെ വീടാവും. ഭഗവാന്റെ വീടായാൽ പിന്നെ അത് ക്രമമായേ പറ്റൂ. ആ വിധത്തിൽ ഭഗവാനെ ആരാധിക്കാൻ സാധിക്കണം. അതിന് പൂജ കഴിക്കുക, അഭിഷേകം ചെയ്യുക, ഒന്നും ചെയ്യണ്ട. അവിടെ ഉണ്ടായാൽ മതി ഒരു സാന്നിധ്യം. എത്രയോ നിത്യപൂജ ചെയ്യണ വീടുകളുണ്ട്. പക്ഷേ അവർക്കതൊക്കെ വിഗ്രഹങ്ങളാണ്, തേവാരമൂർത്തി എന്നാണ് പറയുക. ഭഗവാനല്ല അവർക്കത്. പൂർവികർ പൂജിച്ചിരുന്നു, ഞാനും പൂജിക്കണു. അല്ലെങ്കിൽ ഞാൻ തുടങ്ങി വെച്ചു, ഞാനും പൂജിക്കണു. എന്തിനോ വേണ്ടി പൂജിക്കണു. പൂജ ഒരു ചടങ്ങും ചിട്ടയായിട്ട് മാറും. എന്നിട്ട് പറയും നമ്മളൊക്കെ ആസ്തികരാണെന്ന്. പക്ഷെ അവിടെ ഭഗവാന് വേദനിക്കുണ്ടോ, ഭഗവാന് വിശക്കുണ്ടോ, ഭഗവാൻ എന്തവസ്ഥയിലാണ്, ഇടയ്ക്കിടയ്ക്കൊന്ന് അന്വേഷിക്കാൻ, അത് മാത്രം ചെയ്താൽ അതന്നെ പൂജ. അതിൽ കവിഞ്ഞിട്ട് വേറെ ഒന്നും നമുക്ക് കിട്ടാനില്ല എന്നാണ് പറയുന്നത്. രൂപത്തിനെ കുറിച്ചിട്ട് യഥാർത്ഥമായിട്ട് കേൾക്കുന്ന സമയത്ത് കേൾവിക്കാരൻ എന്താ സംഭവിക്കുക?
ശുദ്ധമായിട്ടുള്ളൊരു അനുഭവം വരും. ആ രൂപത്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിങ്ങനെ വലിച്ചെടുക്കും, ആനന്ദം വരും, രോമാഞ്ചമുണ്ടാവും, കണ്ണീരൊഴുകും. ഭക്തിയുടെ ആന്തരിക പ്രക്രിയ ഇതാണ് ശരിക്കും ഭക്തിയുടെ ഇൻറ്റേർണൽ പ്രോസസ്സ്. ഇത് വെറും സിദ്ധാന്തോ തിയറിയൊന്നുമല്ല, നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലുമൊക്കെ, അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാനോട് ഇങ്ങനെ ഭഗവാന്റെ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിങ്ങനെ അങ്ങോട്ട് പോവും, കാന്തം വലിക്കണ മാതിരി അങ്ങോട്ട് വലിക്കും. എന്തോ ഒരു ആനന്ദം വരും അകത്ത്, രോമാഞ്ചം വരും, ചിലർക്ക് കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകും. ഭക്തിയുടെ ഒരു ഇൻറ്റേർണൽ പ്രോസസ്സ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഭാവം വരുമ്പോൾ ശരീരം സംസാരിക്കും, അതുകൊണ്ടാണ് രോമാഞ്ചം വരണത്, കണ്ണീര് വരണത്. കണ്ണുനീര് ഒരു ബലഹീനതയല്ല. ചിലർ കരയാതിരിക്കാൻ നോക്കും, ആരെയും കാണണ്ടോ, ചെയ്യരുത്, കരയണം, കരഞ്ഞേക്കണം. അതുകൊണ്ടല്ല പറയണം നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം തരലാണ്. ആ സമയത്ത് നമ്മളെ നിയന്ത്രിക്കാൻ നോക്കുക അവരുടെ കഷ്ടമാണ്. മറ്റുള്ളവരെന്ത് നമ്മളങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്, ഔചിത്യം കൊണ്ട് അവിടെ ചെയ്യുന്നില്ല. ഇതിന് മാത്രം നിയന്ത്രണം വെക്കണം. ഹരിദോസ്ഗിരി മഹാരാജ് പണ്ട് ഗുരുവായൂർ വന്നിട്ട് ഈ ചമ്പൈ സംഗീതോത്സവത്തിന് ഒരു ഭജനോത്സവത്തിന് 90കളിൽ വന്ന ഒരിതുണ്ട്. ആ മഹാത്മാവ് കൈതട്ടുങ്കോ പറയും എല്ലാവരോടും. എവിടെ തട്ടാ, മലയാളിയല്ലേ, ജമ്മം പോയാൽ തട്ടുമോ? ഇപ്പം നമ്മുടെ ഗ്രാമത്തിലൊക്കെ നമ്മൾ ഈ രാധാകല്യാണമൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഓരോ ഭജനയ്ക്ക് പോകുമ്പോൾ സങ്കടം വരും. ഇപ്പം മൊബൈൽ ഫോൺ വീശലാണ് പണി, കത്തിച്ചിട്ട്. കണ്ടിട്ടുണ്ടോ മൊബൈൽ ഫോൺ? രാഹുവാണ് ഈ സാധനം പിടിച്ചിട്ടാണ് മൊത്തം കളി. കൈതട്ടില്ല, ഒന്ന് എണീച്ച് നൃത്തം വയ്ക്കില്ല. അപ്പം അദ്ദേഹം അവസാനം സഹി കെട്ടിട്ട് പറഞ്ഞു, അത്ര കർമ്മദോഷം അതാണ് കൈ പൊങ്ങാത്തത്. ആ മഹാത്മാവിൻ്റെ വായുന്നത് വരുത്തിച്ചില്ലേ? സങ്കടം തോന്നുന്നു. ആ വീഡിയോ ഉണ്ട്, യൂട്യൂബിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. 91-ലോ 92-ലോ ഗുരുവായൂർ സംഗീതോത്സവമാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഭാവം വരുമ്പോൾ ശരീരം സംസാരിക്കും. കണ്ണുനീര് ബലഹീനതയല്ല, അത് ഹൃദയത്തിലെ സത്യം കരകവിഞ്ഞൊഴുകണമെന്നാണ് പറഞ്ഞത്. ഹൃദയം ദ്രവിക്കുമ്പോൾ, ഹൃദയദ്രവീകരണം സംഭവിക്കുമ്പോൾ ശരീരം പിന്നെ എന്തു ചെയ്യും? കണ്ണുനീർ ഗ്രന്ഥികൾ അനുസ്യൂതം ടിയേഴ്സ് അത് പൊഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാരായണീയൻ കാണിച്ചു തരുന്നത് ഭക്തി വെറും സങ്കല്പമാണെന്നല്ല, ആന്തരികമായിട്ടുള്ള ചൈതന്യത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. ഇന്നലെ ഞാൻ പറഞ്ഞത് ട്രാൻസ്ഫോർമേഷൻ. 7-8 ശ്ലോകങ്ങളിൽ കർമ്മത്തിനെക്കാട്ടിലും ജ്ഞാനത്തിനെക്കാട്ടിലും ഭക്തി എന്തുകൊണ്ടാണ് പുകഴ്ത്തപ്പെടണമെന്ന് പറയുന്നുണ്ട്. കർമ്മം ജ്ഞാനം എന്നിങ്ങനെയുള്ള 2 യോഗങ്ങളെക്കാട്ടിലും ഭക്തി വളരെ വലുതാണെന്ന് ഭട്ടതിരി പറഞ്ഞു. അത് കർമ്മത്തിനെയോ ജ്ഞാനത്തിനോ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഭക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും അനുവർത്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. വയ്യാണ്ട് കിടക്കുന്ന ഒരാളുടെ അടുത്ത് കർമ്മയോഗിയാവാൻ പറയാൻ പറ്റുമോ? ബുദ്ധി കുറഞ്ഞ ഒരാളോട് ആത്മവിചാരം ചെയ്തിട്ട് വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് നേതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനിക്കും പറ്റും, കർമ്മശേഷി ഉള്ളവനും പറ്റും, കർമ്മശേഷി ഒട്ടുമില്ലാത്തവനും പറ്റും, ബുദ്ധിശക്തി ഒട്ടുമില്ലാത്തവനും പറ്റും. എന്തിന് വിവേചന ബുദ്ധി ഇല്ലാത്തവന് പോലും ഭക്തി കൊണ്ട് വർക്കാക്കാം. അതിന് വേണ്ട ഒരു രൂപം കൊടുത്തിട്ടുണ്ട്, ഒരു കൊച്ചു ഉണ്ണിയുടെ രൂപം, ആർക്കും അപ്രോച്ചബിൾ. അങ്ങനെ ഒരു രൂപം കൊടുത്ത് എല്ലാവർക്കും ഗുണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറയുന്നത് വളരെ ദീർഘകാലം ചെയ്യേണ്ടതും സാവധാനത്തിലുള്ളതാണ്. ഓരോ നല്ല കാര്യം ചെയ്തിട്ട് വഴിയിൽ ഫ്ലെക്സ് വെച്ചിട്ട് കാര്യമില്ല, അത് കർമ്മയോഗമല്ല. പണ്ടെൻ്റെ അടുത്തൊരു അമ്മ വന്നിട്ട് ചോദിച്ചു, എൻ്റെ മരുമകൻ വലിയ ഡോക്ടറാണ്, അദ്ദേഹത്തിന് 70 വയസ്സായി, ഈ അമ്മമ്മയ്ക്ക് തന്നെ 90 വയസ്സുണ്ട്. എന്നോട് വന്ന് ചോദിച്ചു, കുട്ടി അവന് മോക്ഷം കിട്ടുമോ? അവൻ ദൈവവിശ്വാസിയല്ല, പക്ഷേ എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളാണ്, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചികിത്സ ചെയ്യണം. അഭേദാനന്ദാശ്രമത്തിൽ വെച്ചിട്ടാണ് തിരുവനന്തപുരത്ത് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് നിന്നിട്ട് സുഖിപ്പിക്കാൻ പറയാൻ പറ്റില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അദ്ദേഹം ആ ചെയ്യണത് ഞാൻ ചെയ്യണമെന്ന് പറയാണ്ട് ചെയ്യണ്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടും പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് 90 വർഷം എന്താതൊരു ശുശ്രൂഷ ചെയ്തിട്ടും ഞാനത് ചെയ്യണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ആ സെക്കൻഡ് കഴിഞ്ഞു, ഉള്ളു പോയി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ സോഷ്യൽ സർവീസ് നടത്തുന്നവർക്കൊന്നും മോക്ഷം കിട്ടാറില്ല. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ അത്യന്തം സൂക്ഷ്മവും മനസ്സിനെ വഴി പോകാണ്ട് ഉറപ്പിച്ച് നിർത്താൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഓരോ സെക്കൻഡും നേതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഇത് മായ, അത് സത്യം, ഇത് മായ, അത് സത്യം. എങ്ങനെ ജീവിക്കും? ബുദ്ധിമുട്ടാണ്, നടക്കില്ല. അതങ്ങനെ ഇരുന്ന് അഭ്യസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. പക്ഷെ ഭക്തി അങ്ങനെയല്ല, മധുരമാണ്, എളുപ്പത്തിൽ പിടിച്ചെടുക്കാം, സംതൃപ്തി തരും. കാരണം അത് സ്നേഹമാണ്. ഭഗവാൻ പറയും, രാമകൃഷ്ണദേവനൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊടുങ്കാറ്റുള്ളപ്പോൾ വിളക്കും പിടിച്ച് നടക്കുക പറഞ്ഞാൽ പ്രയാസമാണ്, പക്ഷേ ആ സമയത്ത് സ്വന്തം അമ്മയുടെ കൈ പിടിച്ച് നടക്കുക പറഞ്ഞാൽ എളുപ്പമാണ്. കാളിയുടെ കൈ പിടിച്ച് നടന്നാൽ മതി എന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ തന്നെ വളക്കം പിടിച്ച് നടക്കാൻ പോകുന്ന പരിപാടിയാണ് കർമ്മയോഗവും ജ്ഞാനയോഗവും. അതിന് പകരം ഭഗവാന്റെ കൈ പിടിച്ച് നടന്നാൽ പോരെന്നാണ് ചോദിക്കുന്നത്. നേരത്തെ അർജുനൻ ചെയ്തതാണ്, താൻ പോരുമ കാണിച്ചു. സന്താനഗോപാലൻ കഥയുടെ അടിസ്ഥാനമാണ്. ഭഗവാന്റെ കൈ പിടിച്ചപ്പോഴേ വൈകുണ്ഠം കണ്ടുള്ളൂ, അപ്പോഴേ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനും പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് പറയാണ് ഭക്തി എന്ന് പറയണത് ആ കൈയാണ്. അതാ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഭഗവാന്റെ കൈ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഗുരുവായൂരപ്പ എന്നെ കൈവിടല്ലേ എന്നൊന്നും പ്രാർത്ഥിക്കല്ലേ. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഗുരുവായൂരപ്പ എന്നെ കൈവിടല്ലേ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ഞാൻ ആ കൈ വിടില്ല എന്ന് പറഞ്ഞിട്ട് പോകണം. മൂപ്പര് കൊടയും കൊതറും എറിയാൻ നോക്കും, വിടരുത്. ചേലയിലെങ്കിലും പിടിച്ച് എഴയണം. ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ല, അമ്മയുടെ സാരി പിടിച്ച് വഴി കൂടെ അതുമാതിരി വിടരുത്. കുറേ കഴിയുമ്പോൾ ഒക്കത്തെടുക്കും. ആ എടുപ്പിക്കണ വരെയുള്ള ഒരു സ്ട്രഗിളുണ്ട്. അതുകൊണ്ട് കൈ വിടരുത്. ആ കൈ ഭഗവാന്റെ കൈ നമ്മൾ വിടരുത്. ഇവിടെ ഭഗവാൻ സൗന്ദര്യത്തിൻ്റെ സാരമായിട്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹം താനെ വരും. സൗന്ദര്യമുള്ളതിനോടൊക്കെ മനുഷ്യ മനസ്സിന് സ്നേഹം തോന്നും. ആ സിമ്പിൾ അപ്പുറത്ത് വഴിതെറ്റിപ്പോകാവുന്നൊരു സാധനത്തിനെ എടുത്ത് എത്ര ഭംഗിയായിട്ട് ശുദ്ധീകരിച്ചു നോക്കൂ, എത്ര ഭംഗിയായിട്ട്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, മധുരഭക്തി എന്നുള്ള പേരിൽ വഴി കൂടെ പോണ സകല ആണുങ്ങളിലും കൃഷ്ണനെ കാണുന്ന ചില ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ സൂക്ഷിക്കണം, അത് മഹാപകടമാണ്. ആ മധുരഭക്തി ഫേസ്ബുക്ക് ഭക്തി, അത് സൂക്ഷിക്കേണ്ടത് വളരെ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മധുരഭക്തി അത്രയും ഡേഞ്ചർ. വല്ലഭാചാര്യർ മധുരഭക്തി അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം പറയും, അദ്ദേഹം രാധയെ അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ വിട്ടൽനാഥനും ഗോപിനാഥന്മാരുമാണ് വല്ലഭ സമ്പ്രദായത്തിലേക്ക് രാധാദേവിയെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ണിയെ അല്ലാണ്ട് വാത്സല്യമായിട്ടല്ലാണ്ട് വേറൊരു രൂപത്തിനും അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ അപകടമാണ്. പക്ഷെ അതിലൊരു സത്യമുണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് മധുരഭക്തി ഡബിൾ എഡ്ജ് സോഡാണ്. കാരണം മനുഷ്യനോടുള്ള പ്രേമം ഏതാ, ഭഗവാനോടുള്ള പ്രേമം ഏതാന്ന് തിരിച്ചറിയാതെ കുഴപ്പത്തിൽ പോയി ചാടും. കാണുന്ന ആളൊക്കെ കൃഷ്ണനാണ് രാധയാണ് തോന്നി എന്താ അവസ്ഥ? കയ്യിൽ നിന്ന് പോകും ജീവിതം. കാണുന്നതൊക്കെ സ്വന്തം കുട്ടിയാണെന്ന് തോന്നിയാൽ കൂടെ കുഴപ്പമില്ലേ. അതുകൊണ്ട് വാത്സല്യഭക്തി ഒക്കെയാണ്. ഇത് മഹാ അപകടമാണ്. അതുകൊണ്ട് മാധുര്യഭക്തി ഏറ്റവും സൂക്ഷിച്ചിട്ട് അത്രയും ഉയർന്ന ആൾക്കാർക്കുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഗോപികമാരുടെ ഭക്തിയെ അനുവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടമുള്ള ഭക്തിയാണ് ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ കൃഷ്ണനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് അങ്ങനെ ജീവിച്ചോളാം. എന്ത് ധൈര്യം വേണമെന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് കടക്കണ്ടെന്നാണ് പറഞ്ഞത്. കാണണം നീ ആഗ്രഹിക്കില്ല. ആദ്യം പുറകെ ഓടുകയൊക്കെ ചെയ്തു. പിന്നെ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഇരുന്ന് സുഖിക്കലാണ് ഏറ്റവും ഗംഭീരം. അതുകൊണ്ടാണ് അവരെ ഭക്തോത്തമങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം സദാ സ്മരിക്കുകയാണ്. കൂടെയുള്ള ഒരാളെ നമുക്ക് വിലയുണ്ടാവില്ല, കാണാത്ത ആളെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഭക്തിയുടെ പവർ. അതുകൊണ്ട് വിരഹമാണ് ഭക്തിയുടെ കോർ സ്ട്രെങ്ത്. അത് മനുഷ്യഭാവത്തിൽ കൊണ്ടുവരുമ്പോൾ മാധുര്യമായിട്ട് വേണോ വാത്സല്യമായിട്ട് വേണോ എന്നുള്ളത് അവനവൻ്റെ പക്വത അനുസരിച്ച് തിരഞ്ഞെടുത്തില്ലെങ്കിൽ വഴിതെറ്റിപ്പോവും. അത് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. അത് വഴിയെ വന്നപ്പോൾ അങ്ങനെ ഞാൻ ആ വഴി കൂടെ ഒന്നിങ്ങനെ വെച്ചു കൊടുത്താൽ. അപ്പോൾ അത് പോട്ടെ. 9ഉം 10ഉം ശ്ലോകങ്ങളിൽ, അവസാനത്തെ 2 ശ്ലോകങ്ങളിൽ കുറുക്ക് വഴി ഭക്തിയാണ് എന്ന് പറയുന്നു. പക്ഷെ ആ കുറുക്ക് വഴി മടി കൊണ്ടല്ല, മുഴുകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മുഴുകണം. ജ്ഞാനം കൊണ്ടോ കർമ്മം കൊണ്ടോ നമുക്ക് ഭഗവാനിൽ മുഴുകാൻ പറ്റില്ല. മുഴുകാൻ ഒരൊറ്റ വാർക്കയുള്ളൂ, എടുത്ത് ചാടുക. എടുത്ത് ചാടിയിട്ട് അങ്ങോട്ട് ലയിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ചോദിച്ചിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു ഉപ്പുപാവ എടുത്ത് കടലിലിട്ട് അതെങ്ങനെ മുങ്ങി മരിക്കുന്നു. ഉപ്പുപാവ, ഒരു ഉപ്പ് കൊണ്ടൊരു പാവ ഉണ്ടാക്കിയിട്ട് കടലിലെറിയുക. കടലിലെറിഞ്ഞാൽ ഉപ്പുപാവ മുങ്ങി മരിക്കുക. എങ്ങനെയാണ് ഉപ്പുപാവ മുങ്ങി മരിക്കുക? മുങ്ങി മരിക്കാൻ തന്നെ വല്ല, അപ്പോഴേക്കത് അലിഞ്ഞു പോവും. അതുപോലെ അലിയണം എന്നാണ് ഭഗവാനിൽ. മുങ്ങിയൊന്നും മരിക്കരുത്, അലിയണം. ആ അലിയലിന് വേണ്ടിയിട്ടാണ് ഭക്തി. അതുകൊണ്ട് ഇതിനെ കുറുക്ക് വഴി എന്ന് പറഞ്ഞിട്ട് മോശം പറയരുത്. ചിലർ കഠിനമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് സ്വയം തളർന്നു പോകും. വേറെ ചില ആൾക്കാർ തർക്കങ്ങളും യുക്തികളിലും ഒക്കെ മുഴുകിയിട്ടും സ്വയം തളരും. കുറേ കാലം ഇൻ്റലക്ച്വൽ ഗെയിം കളിക്കും. നിരീശ്വരവാദവും ആ സമ്മിറ്റും ഈ കോൺഫറൻസിനും ഒക്കെ പോവും. കുറേ കാലം കഴിയുമ്പോൾ വീട്ടിൽ വയ്യാണ്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ നിരീശ്വരവാദവും ഇതും ഒന്നും സമ്പത്തും ഒന്നും സഹായിക്കില്ല. ആ സമയത്താണ് ഒന്നുമില്ലെങ്കിൽ ജീവിതത്തിനോട് മുഴുവൻ വെറുപ്പാവും. അപ്പോൾ കുറേ കവിതയൊക്കെ എഴുതും. വായിച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ണിന്ന് ഇങ്ങനെ കരച്ചിൽ വരണ കവിത. ചിലത് ജീവിതം ദുരന്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ല, ആധുനിക കവിതകൾ. ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതുമാതിരി കുറേ സാധനം എഴുതി വയ്ക്കും. അത് എഴുതണവനും ഗുണമില്ല, വായിക്കണവൻ കൂടുതൽ നെഗറ്റീവ് ആവുകയും ചെയ്യും. ഇങ്ങനത്തെ കുറേ വികല സൃഷ്ടികൾ ഉണ്ടാക്കി വയ്ക്കും. തിരിച്ചറിവുള്ളവൻ ഭട്ടതിരിയെ പോലെ എഴുതും. ആ ലോകത്തിനെ മാറ്റിമറിക്കും. അതാണ് സംഭവിക്കുന്നത്. സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടും അനവധി ജന്മങ്ങൾ എടുത്തേക്കാം. പക്ഷെ ഭക്തി ആ ഒരു തിരക്കും കൂട്ടുന്നില്ല. ഭക്തിയുടെ പരിപാടി എന്താ? ഭഗവാനിൽ ഇങ്ങനെ മുഴുകി 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 ഹാപ്പിയായിട്ട് ജീവിക്കുക. ഇനി ഞാൻ എത്ര ജന്മം എടുക്കേണ്ടി വരും എന്നുള്ള വ്യാകുലതയില്ല. എത്ര കാലം തപസ് ചെയ്താലാണ് എനിക്ക് വരം കിട്ടുക എന്നുള്ള വിഷയമില്ല.
എന്നെങ്കിലുമൊക്കെ ഇത് നടക്കുമോ, എന്നെങ്കിലുമൊക്കെ ഭഗവാനെ കാണുമോ, അതുപോലും ഇല്ല യഥാർത്ഥ ഭക്തിയിൽ. കാരണം ഭഗവാനെ കാണുക അത് വലിയ കാര്യമാണെന്നാണ് പലരുടെയും വിചാരം. അതും ആഗ്രഹമാണ്. മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുക അതും ആഗ്രഹമാണ്, അപകട. ഭക്തിയിൽ അതൊന്നുമില്ല. ഭക്തിയിൽ ഭഗവാനിൽ ഇങ്ങനെ ഇരിക്കുക. ഭഗവാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭഗവാൻ നമ്മുടെ കൂടെ കളിക്കുന്നുണ്ട്, നമ്മൾ കളിക്കുന്നുണ്ട്. ഭഗവാനായിട്ട് കുസ്തി പിടിക്കുന്നുണ്ട്, നമ്മളിപ്പോഴും കുസ്തി പിടിക്കുന്നുണ്ട്. സദാ ഇത് തന്നെ. എപ്പോഴും ദിവസങ്ങളും മാസങ്ങളും പോണതറിയാതെ ഇങ്ങനെ ഭഗവാനിലിരിക്കുക. ഗൃഹസ്ഥരായിട്ടുള്ള നമുക്ക് അതിനുള്ള വിദ്യ എന്താ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ സകല കർമ്മങ്ങളും ക്രിയകളിലും ഭഗവാനെ കൂടെ കൂട്ടുക. അടുക്കളയിലും ഓഫീസിലും എന്താ പറയുക, എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഭഗവാനെ കൂടെ കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സദാ സദാ ഭഗവാൻ. ഇതാണ് നിരന്തര സ്മരണ. അല്ലാണ്ട് നിരന്തര സ്മരണ കിട്ടില്ല. കൂടെ കൂട്ടാണ്ട് നിരന്തര സ്മരണ വരില്ല. ഭഗവാന്റെ കഥകളാകണം. അമൃതപ്രവാഹത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ അത് നമ്മളെ സ്വയം ശുദ്ധീകരിക്കും, ജ്ഞാനം തുറന്നു നൽകും, വേഗത്തിൽ ആന്തരികമായിട്ടുള്ള പൂർണ്ണത നൽകുകയും ചെയ്യും. അവസാനത്തെ പ്രാർത്ഥന വളരെ അടുപ്പാണ്. ഭഗവാനോട് പറയണം, അങ്ങയുടെ പാദങ്ങളിൽ ഏറ്റവും പക്വത വന്നിട്ടുള്ള സ്നേഹം കൊണ്ട് അലിയണ ഒരു ഹൃദയം തരണേ ഗുരുവായൂരപ്പ എന്നാണ് പ്രാർത്ഥിക്കണ ഭട്ടതിരി. നോക്കൂ, ഇവിടെയും ആദ്യമേ ചാടിക്കയറി എൻ്റെ രോഗം മാറ്റണമെന്നൊന്നുമല്ല പറഞ്ഞത്. അതിനുള്ള അർഹത ഉണ്ടാക്കുകയാണ്. കർമ്മം കത്തിക്കാനുള്ള അർഹത ഉണ്ടാക്കുകയാണ്. ഭഗവാന്റെ പാദങ്ങളിൽ പക്വതയുള്ള സ്നേഹം കൊണ്ട്, ഭഗവാനോട് പൊസസീവ്നെസ് വിചാരിക്കാതെ. അതാണ് പക്വതയുള്ള സ്നേഹം. അവന് വരം കൊടുത്തു, എനിക്ക് തന്നില്ല. ഈ വിഷയമൊന്നും ഭഗവാന്റെ അടുത്ത് പോയിട്ട് ചെയ്യാൻ പാടില്ല. പട്ടണത്താർക്ക് പോലും അബദ്ധം പറ്റിയെന്നാണ് പറയണത് ഒരിക്കൽ. അപ്പോൾ ഇവിടെ പറയണത് അങ്ങനെ അലിയണൊരു ഹൃദയം തരണം. സിദ്ധികൾക്കായിട്ട് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല, കണ്ണുനീരിനായിട്ട് ചോദിക്കാനാണ് പറഞ്ഞത്. ഭഗവാനെ എനിക്ക് കൂടുതൽ കണ്ണുനീര് വേണം, ആനന്ദ കണ്ണീര്. അതാണ് കുന്തി പറഞ്ഞത്, കൃഷ്ണ എനിക്ക് ദുഃഖങ്ങൾ തരൂ. അതവർ ഡിപ്രഷൻ മോങ്കറായതുകൊണ്ടല്ല, അവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഒന്നുമില്ല. എനിക്കിനിയും ദുഃഖം വേണം, എനിക്ക് ദുഃഖം വേണം എന്ന് പറയാൻ അവർക്ക് ഭ്രാന്തൊന്നുമില്ല. അവർക്ക് മനസ്സിലായി ഓരോ ദുഃഖത്തിനെയും ഭഗവാൻ അതിജീവിപ്പിച്ച് കടത്തിവിടുമ്പോൾ താൻ എത്രത്തോളം കൂടുതൽ ശക്തയാവണമെന്നും എത്രത്തോളം ഭഗവാനോട് ചേർന്ന് നിൽക്കണമെന്നും ഓരോ ദുഃഖത്തു നിന്നും താൻ പുറത്ത് കിടക്കുന്നത് ഭഗവാന്റെ എത്ര വലിയ അത്ഭുതമാണെന്നും വീണ്ടും വീണ്ടും കാണാനുള്ള ആ ആഗ്രഹം കൊണ്ടാണ്. എനിക്കിനിയും ദുഃഖം തരൂ കൃഷ്ണ എന്ന് പറഞ്ഞു. കുന്തിസ്തുതി വായിച്ചിട്ടില്ലേ? ഇനിയും ദുഃഖം തരാനാണ് പറയണത്. അതുകൊണ്ട് കണ്ണീരിനായിട്ട് ചോദിക്കണം, നമ്മൾ ദാഹത്തിനായിട്ട് ചോദിക്കണം എന്ന് പറയും. അതേമാതിരി ദാഹം വന്നാൽ ഭഗവാൻ അടുത്തേക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. ഭഗവാനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നുള്ള അവസ്ഥ. വീണ്ടും ശ്രീരാമകൃഷ്ണദേവനെ തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ ഒരുത്തൻ നമ്മുടെ കഴുത്ത് ഇങ്ങനെ മുക്കി പിടിക്കുകയാണ്, ശ്വാസം കിട്ടാണ്ട് കിടന്ന് പെട്ടഞ്ഞിട്ട് നമ്മൾ അവസാനം അങ്ങനെ പുറത്തേക്ക് വരണം, അതുപോലെ വിളിക്കണം എന്ന് ഭഗവാനെ. അപ്പോൾ വരുന്നു. ഞാൻ അങ്ങനെ വിളിച്ചപ്പോഴാണ് കാളിയെ കണ്ടതെന്നാണ് പറഞ്ഞു. ഇനി ഞാൻ കണ്ടില്ലെങ്കിൽ മരിച്ചു പോവും എന്ന അവസ്ഥയിൽ വിളിക്കുക. അപ്പോൾ കാണും എന്ന് പറയണു. ഒന്നാമത്തെ ദശകം പറഞ്ഞു, രൂപമില്ലാത്ത സത്യം ഗുരുവായൂരിൽ ദൃശ്യമായിട്ടുണ്ടെന്ന്. രണ്ടാമത്തെ ദശകം പറഞ്ഞു, ഈ ദൃശ്യമായിട്ടുള്ള രൂപം അത്രയ്ക്ക് മധുരമുള്ളതാണ്, അത് മനസ്സ് താനേ പരിവർത്തനം ചെയ്യും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാം നിര വഴിയല്ല, സെക്കൻഡ് ഗ്രേഡ് പാതയല്ല. അത് മനുഷ്യന് സഹജമായിട്ടുള്ള, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന, കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു പാതയാണ്. ഈ ദശകത്തിലെ സാധന ചെയ്യാനായിട്ട് ഒരു വാചകം വേണമെങ്കിൽ ഒരു വിദ്യ പറയാം. ഗുരുവായൂരപ്പനെ നോക്കുക, എന്നിട്ട് നിശബ്ദമായിട്ട് ചോദിക്കുക, ലക്ഷ്മി ദേവി അങ്ങയുടെ സൗന്ദര്യത്തെ സ്നേഹിക്കണ പോലെ എൻ്റെ മനസ്സും അങ്ങയെ സ്നേഹിക്കാൻ പഠിക്കട്ടെ എന്ന് പറയുക. അമ്മയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, അമ്മ എങ്ങനെയാണോ ഭഗവാനെ സ്നേഹിക്കണം അതുപോലെ ഭഗവാനെ സ്നേഹിക്കാൻ എൻ്റെ മനസ്സിനെ പ്രാപ്തമാക്കി തരണേ എന്നാണ് മഹാലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന. അല്ലാണ്ട് അമ്മയെ എൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടി തരണേന്നല്ല. ഇതാണ് ചോദിക്കേണ്ടത് ഭട്ടതിരി. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ വാക്ക് ഞാൻ പറഞ്ഞത്, പരമാനന്ദ സന്തോഹ ലക്ഷ്മി. അത് മറക്കരുത്. മൂന്നാമത്തെ ദശകം ഭക്തി പ്രാർത്ഥനയാണ്. ഭക്തൻ്റെ പ്രാർത്ഥനയും ശരണാഗതിയും കുറിച്ചാണ് പറയണത്. രോഗപീഠകൾ കൊണ്ട് വലയണ ഭട്ടതിരി ഉത്തമനായിട്ടുള്ളൊരു ഭക്തൻ്റെ ലക്ഷണങ്ങളെ വർണ്ണിക്കണു. തൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടം തൊട്ടാണ് സത്യം പറഞ്ഞ ഭട്ടതിരി കരയാൻ തുടങ്ങുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ, ഒന്നാം ദശകം എഴുതുമ്പോഴും രണ്ടാം ദശകം എഴുതുമ്പോഴും കുറച്ച് സുഖം തോന്നി അദ്ദേഹത്തിന്. മൂന്നാം ദശകം എഴുതണേനെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് എണീക്കാൻ പോലും പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. കിടക്കേന്നൊന്നും എണീക്കാൻ അത്രയും വേദന, ദേഹം മുഴുവൻ നീര്. അപ്പോൾ ആദ്യത്തെ 2 ദിവസത്തെ മനസ്സിൻ്റെ തെളിച്ചം പോയി. മൂന്നാം ദിവസമായപ്പോഴേക്കും താൻ വീണ്ടും അന്ധകാരത്തിലേക്ക്, രോഗത്തിൻ്റെ കുഴിയിലേക്ക് അങ്ങോട്ട് പോവുകയാണോ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. അതുകൊണ്ട് ആ മൂന്നാമത്തെ ഭക്തിപ്രാർത്ഥനയിൽ പടന്തോ നാമാനി പ്രമഥപര സിന്ധോ നിപതിത എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രസിദ്ധമായിട്ടുള്ള ആ ദശകത്തിൽ
ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നത്. ആരാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ധന്യതയുള്ള ആൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തമവനായിട്ടുള്ള ഭക്തൻ്റെ ഒരു ചിത്രം വരച്ചു വയ്ക്കുന്നുണ്ട്. ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങൾ ജപിക്കണവൻ, അങ്ങയുടെ രൂപം ധ്യാനിക്കണവൻ, അങ്ങയുടെ കഥ പറയുകയും കേൾക്കുകയും ചെയ്യണവൻ, അങ്ങാകണ ആനന്ദത്തിൽ മുഴുകിയിട്ട് ജീവിതത്തിൽ കൂടെ ഓരോ നിമിഷവും നടന്നു പോകുന്നവൻ, അങ്ങനെയുള്ളവനെ മാത്രമേ ഞാൻ ധന്യനായിട്ട് കണക്കാക്കണ്ടൂ. അവരെല്ലാം നേടിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞു. നോക്കൂ, ഗംഗാജലം കുടിച്ച ആൾക്കാർ പിന്നെ ചെളിവെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കില്ല. അതേപോലെ തന്നെയാണ് ഭക്തിയാണ് പരമമായിട്ടുള്ള നേട്ടം. ബാക്കിയൊക്കെ വെറും അലങ്കാരങ്ങൾ, അതിൻ്റെ ഒപ്പം വരുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സാണത്. അതിനുശേഷം രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിക്ക് വേദന വർദ്ധിച്ചതുകൊണ്ട് ആ വേദനിപ്പിക്കണ ഒരു കുറ്റസമ്മതം പോലെ വരണം. രോഗവും വേദനയും കാരണം ഭഗവാനെ അങ്ങയുടെ പാദസേവയിലുള്ള ആനന്ദത്തിൽ പോലും എൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കണില്ല എന്ന്. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. കൈ വരണില്ല, കാല് വരില്ല, വേണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, ജപിക്കണം എന്നൊക്കെ ഉണ്ട്, വരണില്ല, മുട്ട് വരണില്ല, അസുഖങ്ങൾ വരണു, പലവിധ പ്രശ്നങ്ങൾ വരണു. ആ വിഷമം ഭട്ടതിരി സത്യസന്ധമായിട്ട് പറയണം. നമ്മൾ പലപ്പോഴും ഭഗവാനോട് പറയില്ല. ആ സത്യസന്ധത കാണിച്ചാൽ മതി. ഭഗവാൻ എന്നെ കൊണ്ട് പറ്റണില്ല, എനിക്ക് സാധിക്കണില്ല, ഇത് പറയാൻ നമുക്ക് സാധിച്ചാൽ ആ ഇരിക്കുന്ന ആൾ പുറത്തല്ലാതെ അകത്താണെന്ന് അപ്പോഴാണ് തെളിവ് വരിക. പച്ചയായിട്ടുള്ള സത്യ പറയണം. വിശുദ്ധനായിട്ട് നമ്മൾ അഭിനയിക്കണ്ട. ശരീരം കഷ്ടപ്പെടുന്ന സമയത്ത് മനസ്സ് വറയ്ക്കും, മനസ്സിനും ബലം കിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ ആ മനസ്സ് ഉറപ്പിച്ച് തരാൻ എന്താ ചെയ്തു തരേണ്ടത്? ഭഗവാനും വന്നിട്ട് കുറേ തത്വചിന്ത പറഞ്ഞാൽ അത് പോവോ? ഇല്ല. കരുണയോടൊന്ന് നോക്കിയാൽ മതി. ഗുരുവായൂരപ്പ, എന്നെ ഒന്ന് നോക്ക്, നീ ഒന്ന് നോക്കിയാൽ എൻ്റെ മനസ്സിനൊരു ശാന്തത കിട്ടും. അത്രേ അവിടെ ആവശ്യപ്പെടുന്നുള്ളൂ. എനിക്ക് തനിയേ ഇരിക്കണം, അങ്ങയുടെ നാമങ്ങളൊക്കെ ജപിക്കണം, അങ്ങയുടെ പാദപത്മങ്ങളെയൊക്കെ സ്മരിക്കുമ്പോൾ എന്തൊരു സുഖമാണോ കിട്ടണത് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ എനിക്ക് രുചിക്കണം എന്ന് പറയണത് ഒളിച്ചോട്ടമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എത്രയോ ജന്മമെടുത്ത് ജീവിച്ച് തളർന്നു പോയ ആത്മാക്കളാണ് നമ്മളൊക്കെ. നമ്മുടെ ശരീരം തളർന്നതിനെക്കാട്ടിലും വലിയ ടയർഡ്നെസ് നമ്മുടെ ആത്മാക്കൾക്കുണ്ട്. ഇത് നമ്മൾക്ക് ശരിക്ക് ശാന്തമായിട്ട് 5 മിനിറ്റ് ഇരുന്നാൽ മനസ്സിലാവും. നമ്മൾ എത്രയോ യുഗങ്ങളുടെ ഭാരം നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മൾ മതം വിടൂ, വിശ്വാസങ്ങളൊക്കെ വിട്ടേക്കൂ, ജസ്റ്റ് അവനവനിലേക്ക് നോക്കൂ, എത്ര വലിയ ക്ഷീണമാണ് നമ്മൾ കൊണ്ടു നടക്കണമെന്ന്. അത് ഭഗവാന്റെ മുന്നിൽ ചെന്ന് സത്യസന്ധമായിട്ട് ഭഗവാനെ ഞാൻ ക്ഷീണിതനാണ് എന്ന് അങ്ങോട്ട് സത്യമായിട്ട് പറയാൻ സാധിച്ചാൽ ആ ക്ഷീണം അപ്പം അവിടെ ഇല്ലാണ്ടാവുന്ന. കാരണം കർമ്മമാണ് ഈ ക്ഷീണം. ഈ ക്ഷീണം ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കും. ആത്മാവ് വിശ്രമം ആഗ്രഹിക്കലാണ്. ഭഗവാനെ എനിക്കൊന്ന് തനിയെ ഇരുന്ന് കുറച്ച് നാമം ചെല്ലണം, അങ്ങേ സ്മരിക്കണം, അതിൻ്റെ സന്തോഷം ഉണ്ടാവണം എന്നൊക്കെ പറയൽ. ദൈവികമായിട്ടുള്ള കാരുണ്യത്തിലുള്ളൊരു വിശ്വാസം. അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ മനുഷ്യർക്ക് അസാധ്യമായിട്ട് എന്താ ഉള്ളത് ചോദിക്കുന്നു. അതിനുശേഷം നാരദൻ്റെ ഒരു ഉദാഹരണം പറയണു. നാരദൻ എന്ന് പറഞ്ഞാൽ സർവ്വലോക സ്വതന്ത്രനാണ്. ഭക്തി ഒരാളെ സ്വതന്ത്രനാക്കുമോ എന്ന് ചോദിച്ചാൽ നാരദനെ കാണിച്ചു കൊടുത്താൽ മതി. നാരദൻ ഫുൾ ഫ്രീയാണ്, എപ്പോഴും ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെ വേണമെങ്കിലും കയറി ചെല്ലും. അതിനുശേഷം കവി പറയണ്, വിശ്വാസത്തിൻ്റെ ധീരമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തുകയാണ്. എൻ്റെ ഭക്തി വർദ്ധിച്ചാൽ അതെൻ്റെ സകല ദുഃഖങ്ങളെയും നശിപ്പിക്കണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഗുരുവായൂരപ്പ, കാരണം വേദനിച്ചിട്ട് വെല്ലുവിളിക്കുകയാണ്. നമ്മൾ ദേഷ്യം വന്നിട്ട് ഒരു വെല്ലുവിളി നടത്തും. ചായ കുടിക്കാൻ വിടാം, ഒപ്പം വിടാം, ഒരു വെല്ലുവിളി. എന്താ വെല്ലുവിളിക്കുന്നത്? എൻ്റെ ഭക്തി വർദ്ധിച്ചാൽ എൻ്റെ ദുരിതവും മാറണം, എൻ്റെ ദുഃഖവും മാറണം. അങ്ങനെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വ്യാസൻ്റെ വാക്കും അങ്ങയുടെ വാക്കും വേദങ്ങളുടെ വാക്കും പാഴെന്ന് വേദനിച്ചിട്ട് പറയുന്നത്. ദേഹം വേദനിച്ചിട്ടാ ഭട്ടതിരി ഇത്ര നേരം പറഞ്ഞ രീതിയാണോ നോക്കൂ. 3-ാം ദിവസമായപ്പോൾ ദേഹം വേദന കാരണം ഭഗവാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. നീ പറഞ്ഞതൊക്കെ നുണ, വെറും പൊയ്വാക്ക്. ശബരമന്ത്രത്തിൽ ഹനുമാൻ സ്വാമിയെ കൊണ്ട് കാര്യം നടത്തിക്കാൻ വേണ്ടി പറയും, ഹനുമാനെ നീ ഇന്ന കാര്യം എനിക്ക് ഇന്നമാതിരി ചെയ്തു തന്നില്ലെങ്കിൽ രാമൻ നിന്നെ ഉപേക്ഷിക്കട്ടെ എന്ന്. ആ ശബരമന്ത്രങ്ങളിൽ അങ്ങനെയാണ്, ഭീഷണിയാണ്. സൂക്ഷിക്കും വേണം, ഡബിൾ എഡ്ജ് സോഡാ. ചിലപ്പോൾ കാര്യം നടക്കും, ചിലപ്പോൾ തിരിച്ചടിക്കും. അങ്ങനത്തെ മന്ത്രങ്ങൾ സൂക്ഷിക്കണം. ശബരമന്ത്രം എന്ന് പറയും, കാട്ടുമന്ത്രങ്ങൾ. ഹനുമാൻ്റെ മന്ത്രങ്ങളിൽ പലതിലും അങ്ങനെ, രാമൻ നിന്നെ ഉപേക്ഷിക്കട്ടെ എന്ന്. പാവം, അതിലും വലിയൊരു സങ്കടം ഭഗവാൻ വരാനുണ്ടോ, വേഗം ചെയ്തു തരും. ഇതാണ് ശബരമന്ത്രം. അതേമാതിരി ഭട്ടതിരി ഒരു ശബരവിദ്യ, കാട്ടാളൻ്റെ രീതി പ്രയോഗിച്ചു നോക്കുകയാണ്. എൻ്റെ ഭക്തി വർദ്ധിച്ചിട്ട് എൻ്റെ അസുഖം മാറിയില്ല എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് പോയി, വേദം പറഞ്ഞത് പോയി, വ്യാസം പറഞ്ഞതും പോയി എന്ന് ഭട്ടതിരി അവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഇത് അഹങ്കാരമല്ല, ഇതൊരു കൊച്ചുകുട്ടിയുടെ വിശ്വാസമാണ്.
ഞാൻ വീണ്ടും ശ്രീരാമകൃഷ്ണദേവനെ കൊണ്ടുവരികയാണ്. കാരണം ഈ ഭാവമൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ മനസ്സിൽ വരുള്ളൂ. കാളിയുടെ മുഖത്തൊക്കെ ചോദിക്കും, ഞാൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ പിന്നെ നീ എന്താ അമ്മയാണെന്ന്. ഞാൻ പറയണത് കേട്ടില്ലെങ്കിൽ നീ പിന്നെ എന്താ അമ്മയാണെന്ന് കാളിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ചോദിക്കണം. അതാണ് ഭക്തിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 6ാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ പ്രധാനപ്പെട്ട ശ്ലോകം 3ാമത്തെ ദശകത്തിൽ 6ാം ശ്ലോകമാണ്. തുടക്കത്തിൽ ഭക്തി വളരെ മധുരം, മധ്യമാവുമ്പോൾ അത് കുറച്ചുകൂടെ പാകപ്പെടുമ്പോൾ എല്ലാ ദുഃഖങ്ങളെയും മാറ്റും, അവസാനം അത് ശുദ്ധമായിട്ടുള്ള ജ്ഞാനവും അദ്വൈതത്തിൻ്റെ ആനന്ദവും അത് നൽകും. ഇതിലപ്പുറം വേറെ ഒന്നും ചോദിക്കാനില്ല, ഭക്തി മാത്രം മതി. മാവിനും മാങ്ങയും വെവ്വേറെ ചോദിക്കണോ, എനിക്കൊരു മാവ് തരുമെന്നും പിന്നെ മാങ്ങ വേണമെന്നും പറയേണ്ട ആവശ്യമില്ല. മാവ് മേടിച്ചാൽ മതി. ഒരു മാവ് വാങ്ങി നട്ട് അത് വളർത്തി കൊണ്ടുവന്നാൽ മാങ്ങ ഓട്ടോമാറ്റിക്കലി അതിൽ കിട്ടും, കായ്ക്കണ മാങ്ങയാണെങ്കിൽ, മാവാണെങ്കിൽ. അത് മാത്രം, അതിൻ്റെ വിത്ത് ആ മാങ്ങേണ്ടി നട്ടാൽ മതി. അത് വളർന്ന് വലുതായി മാവായിട്ട് മാങ്ങ തന്നോളൂ, ഇഷ്ടംമാതിരി മാങ്ങ തന്നോളൂ. എനിക്ക് മാവും വേണം മാങ്ങയും വേണം എന്ന് പറയണതിൻ്റെ ആവശ്യമില്ല. അതുപോലെയാണ് ഭക്തി ഉണ്ടെങ്കിൽ ശാന്തി, ജ്ഞാനവും അദ്വൈതവും ഒക്കെ ആ ഒരൊറ്റ വിത്തിൽ അടങ്ങിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. എൻ്റെ രോഗം മാറ്റൂ, എനിക്ക് അങ്ങയുടെ ക്ഷേത്രത്തിലേക്ക് നടന്നു വരണം, എന്നെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് വരരുത്, എനിക്ക് നടന്നു വരണം, എനിക്ക് കൈ ഇങ്ങനെ വിറയ്ക്കണം, എനിക്ക് പൂവെടുത്തിട്ട് അങ്ങേ പൂജിക്കണം, എനിക്ക് അങ്ങയുടെ രൂപം കണ്ണുറക്കണില്ല, അതുകൊണ്ട് കാണാൻ പറ്റും. ഭട്ടേരിക്ക് ഒന്നും കാണില്ലായിരുന്നു ആദ്യം. പാർക്കിൻസൺസ് വന്ന ഒരാളുടെ കണ്ണ് പോലും പ്രശ്നമായിരിക്കും. ഒന്നും അകത്ത് കാണുന്നില്ല, ഇരിക്കണേ ബലിക്കല്ലിൻ്റെ അവിടെയാണ്, എന്ത് കാണാനകത്ത് ഒന്നും കാണില്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയാണ്, എനിക്ക് കാണണം, എനിക്ക് അങ്ങേ കാണണം, എനിക്ക് അങ്ങയുടെ തൃപ്പാദ തുളസിയുടെ മണം സ്വീകരിക്കണം, മൂക്കുകൊണ്ട് മണക്കണം, അങ്ങയുടെ കഥകൾ കേൾക്കണം ചെവിയിൽ, അങ്ങയുടെ പ്രസാദം എനിക്ക് കഴിക്കണം. ഇതൊന്നും ആരോഗ്യത്തിനുള്ള പ്രാർത്ഥനയല്ല, ആരാധനയ്ക്കുള്ള പ്രാർത്ഥനയാണ്. ആരോഗ്യത്തിന് വേണ്ടിയല്ല ഭട്ടതിരി അപ്പോഴും പറഞ്ഞത്, ആരാധനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങയുടെ നാമം പാടാൻ കഴിയണ കാലം വരെ ഈ ശരീരം നിലനിൽക്കണേ ഭഗവാനെ എന്നേ പ്രാർത്ഥിക്കാവൂ. അങ്ങയുടെ നാമം പാടാൻ കഴിയണ കാലം വരെ ഈ ശരീരം നിലനിൽക്കണേ. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? വേദനയെ ഭക്തി മറപ്പിക്കും. വേദന കൊണ്ട് അസ്വസ്ഥമായിട്ടുള്ള മനസ്സിൽ ഭഗവാന്റെ ആനന്ദമായിട്ടുള്ള രൂപം ഉദിക്കും. അതൊരു വലിയ രഹസ്യമാണ്. കാരണം അങ്ങനെ ഉദിച്ചാൽ സകല വേദനകളും ഭക്തിയിൽ ലയിച്ചു പോവും. ഇതാണ് സംഭവിക്കുക. എന്നിട്ട് 9ാമത്തെ ശ്ലോകത്തിൽ ഒരു പരിഭവം പറയുന്നുണ്ട്. അങ്ങേ അവഗണിക്കണ ആൾക്കാരൊക്കെ സുഖമായിട്ടിരിക്കണു, അങ്ങേ സ്നേഹിക്കണം ഞാൻ മാത്രം കഷ്ടപ്പെടുന്നു. ഇത് നീതിയാണോ? നമ്മളൊക്കെ ചോദിക്കുന്നതാണ്. ഞാൻ നിന്നും വന്ന് നിന്നെ തൊഴുണ്ട്, ഞാൻ മാത്രം കഷ്ടപ്പെടുന്നു, അപ്പുറത്തുള്ളവരൊക്കെ നന്നായിട്ടിരിക്കണു എന്ന് നമ്മൾ പറഞ്ഞാൽ അതേത് ഭട്ടതിരിയും പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ എത്രയും വേഗം സുഖപ്പെടുത്തിയിട്ട് അങ്ങയുടെ ഭക്തി ശ്രേഷ്ഠനാക്കിയിട്ട് മാറ്റാനാണ് പറഞ്ഞത്. ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തനായിട്ട് എന്നെ എത്രയും പെട്ടെന്ന് മാറ്റ്. ഇങ്ങനെ പരിഭവിക്കാൻ സ്നേഹമുള്ള ആൾക്കാർക്കേ സാധിക്കുള്ളൂ. അവസാനത്തെ ശ്ലോകത്തിൽ കരഞ്ഞ് തളർന്നു ഭട്ടതിരി. 9 ശ്ലോകം കഴിയുമ്പോഴേക്കും അദ്ദേഹം കരഞ്ഞുണ്ടാവും. എനിക്കുള്ള അന്നത്തെ ദിവസം അദ്ദേഹം ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ഓരോ ശ്ലോകം എഴുതിയത്. കരഞ്ഞ് തളർന്ന ഒരാൾ അവസാനം കരഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും ഒരു നിശബ്ദതയിൽ, അല്ലേ? കുറച്ച് നേരം നല്ലോണം വാവിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. ആ ഇരിപ്പാണ്. വാക്കുകളൊക്കെ അവസാനിച്ചു. 10ാമത്തെ ശ്ലോകത്തിൽ പരാതികളൊക്കെ അവസാനിച്ചു. പറയുക, അങ്ങയുടെ കാരുണ്യം എന്നാണോ ഉദിക്കണത് അതുവരെ ഞാൻ ഇങ്ങനെ അങ്ങയുടെ കാലിലിരിക്കും, ഇവിടുന്ന് ഞാൻ എണീച്ചു പോവില്ല. കുറേ ബഹളം വെച്ചു, കുറേ കരഞ്ഞു, എല്ലാം അടങ്ങി. ഭഗവാൻ അത് മുഴുവൻ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. ഭട്ടതിരിയും ഉണ്ടായിരുന്നു. ഭഗവാനും നിശബ്ദനായിട്ടിരിക്കണു. ഭഗവാന്റെ പാദങ്ങളിൽ ഭട്ടതിരിയും നിശബ്ദനായിട്ടിരിക്കണം. പ്രാർത്ഥിച്ചും സ്മരിച്ചും ഞാൻ എൻ്റെ ദിവസങ്ങൾ കഴിക്കും. ഞാൻ ഇനി ഒന്നും ചോദിക്കില്ല. സംസാരം അവസാനിക്കുന്നിടം, നിശബ്ദമാകണിടം ഭഗവാന്റെ സാന്നിധ്യം മാത്രം അവശേഷിക്കണം. കരച്ചിൽ അവസാനിക്കുമ്പോൾ അമ്മ വരും. കുട്ടിയുടെ കരച്ചിൽ അവസാനിക്കണ സമയത്ത് അമ്മയെ കാണാൻ പറ്റും. അതുവരെ കുട്ടി കിടന്ന് ബഹളാണ്. അതേപോലെ ഭക്തി വേദന കൊണ്ട് നശിപ്പിക്കപ്പെടുന്നില്ല. പക്ഷെ വേദന യഥാർത്ഥ ഭക്തിക്കുള്ള ഇന്ധനം, ഫ്യൂവലായിട്ട് മാറും. ശരീരം സുഖപ്പെടുന്നതിന് മുമ്പേ ഭക്തി മനസ്സിന് സുഖം കൊടുക്കും. ഭക്തി മാത്രം ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം. സ്നേഹത്തിൽ നിന്നുള്ള പരാതികളെ ഗുരുവായൂരപ്പൻ പൊന്നുപോലെ നോക്കി കേൾക്കും. അവിടെ ഭഗവാൻ യാതൊരു തരത്തിലുള്ള വിഷമവും വിചാരിക്കണില്ല. ശാന്തമായിട്ടിരിക്കുക. വിഷമമുള്ളപ്പോൾ ഭഗവാനോട് പറയുക, ഗുരുവായൂരപ്പ എനിക്കൊന്നും വേണ്ട, അങ്ങയോടുള്ള എൻ്റെ സ്നേഹം മാത്രം വറ്റിപ്പോകാണ്ടിരിക്കട്ടെ. ഇത് പ്രാർത്ഥിക്കുക.